ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാം പതയേ നമ. രാമായണം ആരണ്യകാന്ഡം വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. അധ്യാത്മരാമായണം കിളിപ്പാട്ട് ആരണ്യകാന്ഡം. എല്ലാവർക്കും നമസ്കാരം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. എല്ലാവർക്കും നമസ്കാരം. ശൂർപ്പണഖ വിലാപമാണ്. ഞാൻ ഇത് ഇച്ചിരി മുമ്പേ എടുത്തതാ മക്കളെ. 24 മിനിറ്റായപ്പോൾ ഇതങ്ങ് കട്ടായി തീർന്നു. പിന്നെ ഒന്നേ തുടങ്ങുക എന്താണെന്നറിയില്ല. അങ്ങനെ ഇപ്പം ഇനി കട്ടാവുകയാണെങ്കിൽ അതിൻ്റെ ബാക്കി ഒന്നുകൂടെ എടുത്ത് ഇടാം. ഇത് സ്പേസിലെന്നാണ് ഇത് എഴുതി കാണിക്കുന്നത്. തോന്നിയ സമയം അങ്ങനെ ഇത് ഇത് മാറ്റി ഇടണോ ഇനി അതെനിക്ക് അറിയത്തില്ല. ബുക്കർക്കുള്ള വായിച്ചിട്ട് രണ്ടാമത്തോടെ ഇടാം നാളെ. അങ്ങനെ രണ്ടാക്കി ഇടാം. എല്ലാവർക്കും നമസ്കാരം. രാവണ ഭഗിനിയും രോദനം ചെയ്തു പിന്നെ രാവണനോട് പറഞ്ഞിടുവാൻ നടകൊണ്ടാൾ. സാക്ഷാൽ അഞ്ജന ശൈലം പോലെ ശൂർപ്പണഖയും രാക്ഷസരാജൻ മുമ്പിൽ വീണുടൻ മുറയിട്ടാൾ. മുലയും മൂക്കും കാതും കൂടാതെ ചോരയുമായി അലറും ഭഗിനിയോടവനു മുര ചെയ്താൻ. എന്തിതു വത്സേ ചൊല്ലിയിടെന്നോട് പരമാർത്ഥം, ബന്ധമുണ്ടായതെന്ത് വൈരൂപ്യം വന്നിടുവാൻ. ശക്രനോ കൃതാന്തനോ പാശിയോ കുബേരനോ ദുഷ്കൃതം ചെയ്ത അവൻ തന്നെ ഞാൻ ഒടുക്കുവൻ. ആരാ നിനക്ക് ഇങ്ങനെ ചെയ്തത്? ദേവേന്ദ്രനോ യമനോ പാശിയോ വരുണനോ കുബേരനോ ആരാണ്? പറയൂ. സത്യം ചൊല്ലെന്ന നേരം അവൾ ഉര ചെയ്താൾ. എത്രയും മൂഢൻ ഭവാൻ പ്രമത്തൻ പാനസക്തൻ. അതായത് രാവണൻ മൂഢനാണ്, ഭവാൻ പ്രമത്തനാണ്, മദ്യപാനിയാണ്. ആ പാനസക്തൻ സ്ത്രീജിതൻ അതിഷഠൻ എന്തറിഞ്ഞിരിക്കുന്നു. രാജാവെന്നെന്തുകൊണ്ട് ചൊല്ലുന്നു നിന്നെ വൃഥ? എന്താ നീ രാജാവെന്ന് പറയുന്നത് വെറുതെയല്ലയോ? വല്ലതും നീ അറിയുന്നുണ്ടോ? ചാരശക്ഷസും വിചാരവുമില്ലേതും നിത്യം നാരീ സേവയും ചെയ്തു കിടന്നീടല്ലായ്പ്പോഴും. കേട്ടതില്ലയോ ഖരദൂഷണം തൃശ്ശിരാക്കൾ കൂട്ടമേ 14,000 മുടിഞ്ഞതും? നീ അറിഞ്ഞില്ലേ ഇതൊന്നും? പ്രഹരാർത്ഥേന രാമൻ വേഗേന ബാണഗണം പ്രഹരിച്ചൊടുക്കിനാൻ. എന്തൊരു കഷ്ടമോർത്താൽ 3.25 നാഴി കൊണ്ട് 14,000 പേരും മരിച്ചില്ലേ? അത് കഷ്ടമല്ലേ ഓർത്താൽ? എന്നതു കേട്ട് ചോദിച്ചിടിനാൻ ദശാനനൻ എന്നോട് ചൊല്ലിയിടേവൻ. ഏവനാണ് രാമനാകുന്നതെന്ന് എന്നോട് ആരാണെന്ന് പറയൂ. ഈ ഏവനാണവൻ രാമൻ. എന്തൊരു മൂല അവൻ കൊല്ലുവാനെന്നും, എന്നാൽ അന്തകൻ തനിക്ക് നൽകിയിടുവാൻ അവനെ ഞാൻ. അങ്ങനെ ഉണ്ടെങ്കിൽ നീ പറയൂ, അതാരാണ് ഈ രാമൻ? ഞാൻ അവനെ കൊല്ലാം. സോദരി ചൊന്നാൾ അത് കേട്ടു രാവണനോട്, യാതുധാനാധിപതേ കേട്ടാലും പരമാർത്ഥം. ഞാൻ ഒരു ദിനം ജനസ്ഥാന ദേശത്തിങ്കൽ നിന്ന് ആനന്ദം പൂണ്ടു താനീ സഞ്ചരിച്ചിടും കാലം. കാനനത്തൂടെ ചെന്നു ഗൗതമി തടംപുക്കേൻ. സാനന്ദം പഞ്ചവടി കണ്ടു ഞാൻ നിൽക്കുന്നേരം. ഞാൻ ഒറ്റയ്ക്ക് തന്നെ സഞ്ചരിച്ചു. ഗൗതമി തീരത്തെ നടന്നപ്പോൾ അവിടെ ചെന്നപ്പോൾ പഞ്ചവടി കണ്ട് അവിടെ നോക്കി നിന്നു.
ആശ്രമത്തിങ്കിൽ തത്ര രാമനെ കണ്ടേൻ. ജഗദാശ്രയഭൂതൻ ജടാവൽക്കലങ്ങളും പൂണ്ട് ചാപബാണങ്ങളോടും എത്രയും തേജസ്സോടും താപസവേഷത്തോടും ധർമ്മധാരങ്ങളോടും സോദരനായിടിന ലക്ഷ്മണനോടും കൂടി സാദരം ഇരിക്കുമ്പോൾ അടുത്തു ചെന്നു ഞാനും. ശ്രീരാമോത്സംഗേ വാഴും ഭാമിനി തന്നെ കണ്ടാൽ നാരികൾ ഔവണ്ണം മറ്റില്ലല്ലോ. ലോകത്തിങ്കിൽ സുന്ദരിയായ ഭാമിനി, അവരുടെ ഭാര്യ, വേറെ ലോകത്തിൽ ആരുമില്ലാത്ത സുന്ദരിയായിട്ട് ദേവഗന്ധർവ നാഗമാനുഷ നാരിമാരിൽ ഏവം കാണാനുമില്ല കേൾപ്പാനുമില്ല നൂനം. ആരുടെ അടുത്ത് നിന്നാൽ ഇങ്ങനെ ഒരു സുന്ദരിയെ കാണാനില്ല ദേവലോകത്തോ എവിടായാലും. ഇന്ദിരാദേവി താനും ഗൗരിയും വാണിമാതും ഇന്ദ്രാണി താനും മറ്റുള്ള അപ്സരസ്ത്രീ വർഗവും നാണം കൊണ്ട് ഒളിച്ചിടും അവളെ വഴിപോലെ കാണുമ്പോൾ. അനങ്കരും ദേവത അവളല്ലോ. അത്ര സുന്ദരിയാണ്. ഇവരെല്ലാം ഇന്ദ്രാദേവി എല്ലാം പോയി ഒളിക്കും ഇവരെ കണ്ടാല്. തൽപതിയാകും പുരുഷൻ ജഗൽപതിയെന്ന് കൽപ്പിക്കാം, വികല്പമില്ല അല്പവും അതിനിപ്പോൾ. പതിയെ കണ്ട പുരുഷൻ, അതായത് ഭർത്താവിനെ കണ്ടാൽ ജഗൽപതിയാണെന്ന് നമുക്ക് സങ്കല്പിക്കാം, കൽപ്പിക്കാം. അതിനൊരു വികല്പവുമില്ല. തൊൽപത്നിയാക്കിയിടുവാൻ തക്ക അവളെന്ന്, അതായത് രാവണന്റെ പത്നിയാക്കാൻ കൊള്ളാം. പത്നിയാക്കിടുവാൻ തക്കവൾ അവളെന്ന് കൽപ്പിച്ചു കൊണ്ടിങ്ങി പോന്നിടുവാൻ ഒരുമ്പെട്ടേൻ. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ രാവണന്റെ പത്നിയാക്കാൻ കൊള്ളാം അങ്ങനെ കൽപ്പിച്ച് അവിടെ പറഞ്ഞെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് ഇനി തിരിച്ചു പോരാൻ നേരത്ത് മൽകുച നാസാ കർണഛേദനം ചെയ്താൻ. അപ്പോൾ ലക്ഷ്മണൻ കോപത്തോടെ രാഘവ നിയോഗത്താൽ, അതായത് ഇദ്ദേഹത്തിന് രാവണന് ഭാര്യയാക്കാം എന്ന് പറഞ്ഞപ്പോൾ ആണ് എൻ്റെ മൂക്കൊക്കെ ഛേദിച്ചതെന്ന്. സംഗതി കള്ളം പറഞ്ഞു. വൃത്താന്തം ഖരനോട് ചെന്ന് ഞാൻ അറിയിച്ചേൻ യുദ്ധാർത്ഥം. നക്തഞ്ചരാനീകിനിയോടും അവൻ രോഷവേഗേന ചെന്നു രാമനോട് ഏറ്റ നേരം. നാഴിക 3:45 കൊണ്ടവൻ ഒടുക്കിനാൻ. ഭസ്മമാക്കിയിടം പിണങ്ങിയിടുകൾ വിശ്വം ക്ഷണാൽ വിസ്മയം. രാമനുടെ വിക്രമം വിചാരിച്ചാൽ, രാമന്റെ വിക്രമം ക്ഷണനേരം കൊണ്ട് ഭസ്മാക്കും ആരെങ്കിലും ദേഷിച്ചാൽ പിണങ്ങിയാൽ. കന്നൽ നേർമിഴിയാളാം ജാനകി ദേവി ഇപ്പോൾ നിന്നുടെ ഭാര്യയാകിൽ ജന്മസാഫല്യം വരും. സകാശത്തിങ്കലാക്കിയിടുവാൻ തക്കവണ്ണം, അതായത് നിന്റെ സമീപത്താക്കാൻ വേണ്ടി തക്കവണ്ണം ഉത്സാഹം ചെയ്തിടുകിൽ എത്രയും നന്നു ഭവാൻ. അതായത് രാവണന് സ്വന്തമാക്കാമെങ്കിൽ സമീപത്തെത്തിയാൽ അത്രയും സന്തോഷം വരും, ഉത്സാഹം ഉണ്ടാക്കാം. സാമർഥ്യങ്ങളെല്ലാം പത്മാക്ഷിയാകും, അവൾ ഉത്സംഗി വസിക്ക കൊണ്ടാകുന്നു ദേവാരാധേ. ഈ ഇത്രയും സാമർഥ്യം ശ്രീരാമന് വരുന്നതെല്ലാം ഈ പത്മാക്ഷിയായ ഈ സ്ത്രീ അദ്ദേഹത്തിനോട് വസിക്കുന്നതുകൊണ്ടാണ്. രാമനോട് ഏറ്റാൽ നിൽപ്പാൻ നിനക്കു ശക്തി പോരാ, കാമവൈരിക്കും നേരെ നിൽക്കരുത്. എതിർക്കുമ്പോൾ, എതിർത്താൽ രാമനോട് നാക്ക് എതിർക്കാൻ പറ്റുകയില്ല. മോഹിപ്പിച്ചൊരു ജാതി മായയാ ബാലന്മാരെ മോഹനഗാത്രി തന്നെ കൊണ്ടുപോരുകയുള്ളൂ. സോദരീ വചനങ്ങൾ ഇങ്ങനെ കേട്ട നേരം സാദരവാക്യങ്ങളാൽ ആശ്വസിപ്പിച്ചു തൂർണം. തന്നെ മണിയറ തന്നിലങ്ങ കമ്പുക്കാൻ വന്നതില്ലേതും നിദ്ര ചിന്തയുണ്ടാക മൂലം. രാവണൻ ഇങ്ങനെ അവൾ പറഞ്ഞു കേട്ട് അവരുടെ മനസ്സിലെ ഇങ്ങനെ ഈ സീതയെ തന്നെ ഓർത്തോർ ചിന്ത വന്നപ്പോൾ ഉറക്കം വന്നില്ല രാവണന്. തങ്ങളുടെ മണിയറ തന്നിലങ്ങ് അകമ്പുക്കപ്പോൾ വന്നതിലേതും നിദ്ര ചിന്തയുണ്ടാക മൂലം. എത്രയും ചിത്രം ഓർത്തോളം ഇത ഒരു മർത്യനാൽ 3:45 നാഴിക നേരം കൊണ്ട് ശക്തനാം നക്തഞ്ചര പ്രവരൻ ഖരൻ താനും യുദ്ധവൈദഗ്ധ്യമേറും സോദര ഇരുവരും പത്തികൾ 14,000 മുടിഞ്ഞുപോൽ. വ്യക്തം മാനുഷനല്ല രാമൻ എന്നത് നൂനം. ഇങ്ങനെല്ലാം സംഭവിക്കുന്നത് ഈ രാമൻ മനുഷ്യനല്ല, അത് അയാൾക്ക് മനസ്സിലായി. അത് 3:45 നാളുടെ സോദര ഇരുവരാരാ നല്ല ഖരനും തൃശകരനൊക്കെ നല്ല വൈദഗ്ധ്യമേറിയവരാണ്. അവരെയൊക്കെ ഇങ്ങനെ വരണമെങ്കിൽ ഇദ്ദേഹം മനുഷ്യനല്ല. ഭക്തവത്സലനായ ഭഗവാൻ പത്മേഷണൻ മുക്തിദാനൈക മൂർത്തി മുകുന്ദൻ ഭക്തപ്രിയൻ ധാതാവ് മുന്നം പ്രാർത്ഥിച്ചൊരു കാരണം ഇന്ന് ഭൂതലേ രഘുകുലേ മത്തനായി പിറന്നിപ്പോൾ എന്നെ കൊല്ലുവാൻ ഒരുമ്പെട്ടു വന്നാനെങ്കിലോ ചെന്ന് വൈകുണ്ഠരാജ്യം പരിപാലിക്കാമല്ലോ. എന്നെ അങ്ങനെ രാമൻ വന്ന് കൊല്ലുകയാണെങ്കിൽ എനിക്ക് വൈകുണ്ഠം കിട്ടുമല്ലോ. അല്ലെങ്കിൽ എന്നും വാഴാം രാക്ഷസ രാജ്യം എന്നാൽ അല്ലലിൽ ഒന്നുകൊണ്ട് മനസ്സിൽ നിരൂപിച്ചാൽ രണ്ടും വന്നാലും നല്ലത് തന്നെ. എന്നെ അങ്ങനെ രാമൻ വധിക്കാനാണെങ്കിൽ എനിക്കത് ഭാഗ്യമാണ്, കാരണം വൈകുണ്ഠത്തിൽ പോയി വസിക്കാമല്ലോ ഭഗവാന്റെ കൂടെ. അതല്ല എന്നെ കൊല്ലുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് രാജ്യം ഇവിടെ അല്ലലില്ലാതെ കഴിയാമല്ലോ, രാജ്യവും പാലിച്ച്.
കല്യാണപ്രദനായ രാമനോട് ഏൽക്കുന്നത് എല്ലാ ജാതിയും മടിക്കേണ്ട ഞാൻ ഒന്നുകൊണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും എനിക്ക് മടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് പോവുക തന്നെ സീതയ്ക്ക് വേണ്ടി. അതുകൊണ്ട് രാമനങ്ങനെ കൊല്ലുന്നെങ്കിൽ എനിക്ക് വൈകുണ്ഠം കിട്ടുമല്ലോ. അഥവാ അതങ്ങനെ ചത്തില്ലെങ്കിലോ എനിക്കിവിടെ നന്നായി കഴിയാമല്ലോ രാജാവായിട്ട്. ഇത്തം ആത്മനെ ചിന്തിച്ചുറച്ചു രക്ഷോനാഥൻ, തത്വജ്ഞാനത്തോട് കൂടെ അത്യാനന്ദവും പൂണ്ടാൻ. സാക്ഷാൽ ശ്രീനാരായണൻ രാമനെന്നറിഞ്ഞത് രാക്ഷസ പ്രവരനും പൂർവവൃത്താന്തമോർത്താൻ. അപ്പോൾ ഇത് ഭഗവാൻ നാരായണൻ രാമനാണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം ചിന്തിച്ചപ്പോൾ മനസ്സിൽ ഓർമ്മ വന്ന് പൂർവവൃത്താന്തം, പണ്ട് കഴിഞ്ഞ കഥകൾ. വിദ്വേഷ ബുദ്ധിയ രാമൻ തന്നെ പ്രാപിക്കുകയുള്ളൂ, ഭക്തി കൊണ്ട് എന്നിൽ പ്രസാദിക്കയില്ല അഖിലേശൻ. എനിക്ക് വിദ്വേഷം കൊണ്ടേ രാമനെ എനിക്ക് പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. കംസൻ എങ്ങനെ ദേഷിച്ച് കൃഷ്ണനെ കൊല്ലും കൊണ്ട് ദേഷ്യപ്പെടാണ്ട് ഭഗവാൻ വധിച്ചപ്പോൾ ഭഗവാൻ മോക്ഷം കിട്ടി. അതുപോലെ എനിക്ക് ഭക്തി കൊണ്ട് എന്നിൽ രാമൻ പ്രസാദിക്കത്തില്ല. എനിക്ക് ഭക്തി ഇല്ലല്ലോ, രാവണന് ഭക്തിയല്ലല്ലോ, ഈ ലോകമൊക്കെ ചിന്തയല്ലേ അവർ അങ്ങനെ. അതുകൊണ്ട് അത് പറ്റത്തില്ല. അതുകൊണ്ട് വിദ്വേഷ ബുദ്ധി എടുക്കണം, ദേഷിക്കണം, എന്നാലേ രാമൻ ഇദ്ദേഹത്തിനെ വധിക്കുമ്പോൾ എനിക്ക് വൈകുണ്ഠം കിട്ടും. അതുകൊണ്ട് വിദ്വേഷ ബുദ്ധിയ രാമൻ തന്നെ പ്രാപിക്കുകയുള്ളൂ, ഭക്തി കൊണ്ട് എന്നിൽ പ്രസാദിക്കയില്ല അഖിലേശൻ. രാവണ മാരീച സംവാദം ഇത്തരം നിരൂപിച്ചു. ഇനി മാരീചനെ കാണാൻ പോവുക, ഇതിനു വേണ്ടുന്ന പ്രതിവിധിക്ക് വേണ്ടിയിട്ട്. ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞിതു, ചിത്രഭാനു ഉദയാദ്രി മൂർധനി വന്നു, സൂര്യൻ ഉദിച്ചു, തേരതിലേറിയിടിനാൻ ദേവസഞ്ചയ വൈരി. ദേവസഞ്ചയം ദേവന്മാരുടെ വൈരിയാണ് ഈ രാവണൻ. അതുകൊണ്ട് ദേവസഞ്ചയം കൂട്ടത്തോടുള്ള രാവണന്റെ വൈരി. പാരാതെ പാരാവാര പാരമാ തീരം, തത്ര മാരീചാശ്രമം പ്രാപിച്ചിടിനാൻ അതിദ്രുതം. ഘോരനാം ദശാനനൻ കാര്യഗൗരവത്തോടും മൗനവും പൂട്ടു ജടാമൽക്കലാദിയും ധരിച്ച് ആനന്ദാത്മകനായ രാമനെ ധ്യാനിച്ചുള്ളിൽ രാമരാമേതി ജപിച്ചുറച്ചു സമാധി പൂണ്ട ആമോദത്തോട്. മരുവേടിന മാരീചനും ഭക്തനാണ് മാരീചൻ. ഭഗവാനെ തന്നെ മൗനമൊക്കെ പൂണ്ട് ധ്യാനിച്ച് രാമരാമൻ ചൊല്ലി ഇങ്ങനെ ഭക്തിയായിട്ട് ഇരിക്കുന്ന സമയത്താണ് രാവണൻ ചെല്ലുന്നത്. ലൗകികാത്മന ഗൃഹത്തിങ്കൽ ആഗതനായ ലോകോപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ടു. അപ്പോൾ ലോകത്തിനെല്ലാം ഉപദ്രവകാരിയാണ് രാവണൻ. അങ്ങനെയുള്ള രാവണൻ ആരെ കണ്ടു? ചെന്ന് മാരീചനെ കണ്ടു. സംഭ്രമത്തോട് ഉത്ഥാനവും ചെയ്തു കൊണ്ടു തന്മാറിൽ അണച്ച് ആനന്ദാശ്രുക്കളോടും പൂജിച്ചു യഥാവിധി മാനിച്ചു. ദശകണ്ഠൻ യോജിച്ച് ചിത്തമപ്പോൾ ചോദിച്ചു മാരീചനും. പെട്ടെന്ന് തന്നെ മാരീചൻ എഴുന്നേറ്റ് ഇദ്ദേഹം കണ്ടപ്പോഴേ ആലിംഗനമൊക്കെ ചെയ്ത് പൂജിച്ച് സന്തോഷിച്ച് ചിത്തമപ്പോൾ യോജിച്ച് ചോദിച്ച് സന്തോഷമായിട്ട് രണ്ടുപേരും നന്നായി യോജിപ്പുണ്ടായി. ഇങ്ങനെ ചോദിച്ച് മാരീചൻ, എന്തൊരാഗമനം, ഇതേകനായി തന്നെ ഒരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു. ഭാവത്തിങ്കിൽ ഭാവങ്ങളുണ്ട്, എന്തോ ചിന്തിക്കുന്നുണ്ടല്ലോ. എന്താ ഇങ്ങനെ ഒറ്റയ്ക്കൊടയ്ക്ക് വന്നത്, ആഗമനം വന്നത് തന്നെ എന്താ ഇങ്ങനെ വന്നത്, എന്തോ ഒരു ചിന്ത ഉള്ളിലുണ്ടല്ലോ, ഭാവം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നല്ലോ. ചൊല്ലുക രഹസ്യം, അല്ലെങ്കിലോ ഞാനെന്തവ നല്ലത് വരുത്തുവാനുള്ളോരിൽ മുമ്പനല്ലോ. നല്ലതെന്ത് വേണേലും എനിക്ക് വരുത്താൻ ഞാൻ എല്ലാവരിലും മുമ്പനായിട്ട് നിൽക്കും. ന്യായമായി നിഷ്കൽമഷമായിരിക്കുന്ന കാര്യം മായമെന്നേ ചെയ്യുവാൻ മടിയില്ല എനിക്കേതും. നന്മയാണെങ്കിൽ അതിന് ചെയ്യാൻ ഒരു മടിയുമില്ല. മാരീചവാക്യമേവം കേട്ടു രാവണൻ ചൊന്നാൻ, ആരുമില്ല എനിക്ക് നിന്നെ പോലെ മുട്ടുന്നേരം. സാകേതാധിപനായ രാജാവ് ദശരഥൻ ലോകൈകാധിപനുടെ പുത്രന്മാരായുണ്ട് പോൽ. അത് എനിക്ക് എന്നെ സഹായിക്കാൻ ഇവിടെ ആരുമില്ല, നീയല്ലാതെ മാരീചനല്ലാതെ. ഇവിടെ സാകേധിപനായ, അതായത് അയോധ്യാധിപതിയായ രാജാവ് ദശരഥൻ്റെ ലോകൈകാധിപനുടെ പുത്രന്മാരിവിടെ ഉണ്ട് ഈ വനത്തിൽ. രാമലക്ഷ്മണന്മാരെന്ന് ഇരുവരും കാലം, അവര് രാമൻ ലക്ഷ്മണനാണ്, രണ്ടുപേരും ഈ കാലത്തിൽ ഇവിടെ ഉണ്ട്. ഈ സമയത്ത് കോമളഗാത്രിയായോർ അങ്കനാരത്നത്തോടും സുന്ദരിയായ ഭാര്യയോടും കൂടിയാണ് അവർ ഇവിടെ ഉള്ളത്. ദണ്ഡകാരണ്യേ വന്നു വാടുന്നത് അവർ ബലാൽ എന്നുടെ ഭഗനിതൻ. നാസിക കുശങ്ങളും കർണവും ഛേദിച്ച് അത് കേട്ടുടൻ ഖരാദികൾ ചെന്നിതു 14,000 അവരെയും നിന്നു താനേകനായിട്ട് എതിർത്തു രണത്തിങ്കിൽ കൊന്നിതു 3.25 നാഴിക കൊണ്ട് രാമൻ. അതായത് ഒറ്റയ്ക്ക് നിന്നും കൊണ്ട് ഏകനായി നിന്നും കൊണ്ട് യുദ്ധത്തിൽ അവരെ 3.25 നാഴിക എല്ലാവരെയും നശിപ്പിച്ച് കൊന്നുകളഞ്ഞു. പ്രാണേശ്വരിയായ ജാനകി തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടിങ്ങി പോന്നിടുവാൻ അതിനിന്നു നീ. ഹേമവർണ്ണം പൂണ്ടൊരു മാനായി ചെന്ന അടവിയിൽ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കണം. മാരുതന് മായയുണ്ട്, അതുകൊണ്ട് പൊന്മാനായിട്ട് ചെന്ന് അടവിയിൽ, അത് ശ്രീരാമൻ്റെ ആശ്രമത്തിൽ അവിടെ ചെന്ന് മാരുതൻ മാനായിട്ട് നിന്നവിടെ നിൽക്കണം. ആരെ മോഹിപ്പിക്കാൻ? സീതയെ.
രാമലക്ഷ്മന്മാരെ അകറ്റി ദൂരത്താക്കൂ, വാമഗാത്രയെ അപ്പോൾ കൊണ്ട് ഞാൻ പോന്നിടുവൻ. നീ മമ സഹായമായിരിക്കിൽ നീ എനിക്ക് ഇത് ചെയ്ത് സഹായം ചെയ്തു തന്നാൽ എൻ്റെ മനോരഥം മാമകം സാധിച്ചിടുമില്ല സംശയം. നീ അങ്ങനെ എന്നെ സഹായിച്ചാൽ എൻ്റെ ആഗ്രഹം, എൻ്റെ മനോരഥം സാധിക്കും. ഞാനങ്ങനെ സീതയെ കൊണ്ട് ഞാൻ പോരുന്നോളാം. നീ ലക്ഷ്മണൻ രാമനെ ദൂരേക്ക് കൊണ്ടുപോകണം. മാനായി നിൽക്കുമ്പോൾ മാനിൻ്റെ പുറകെ അവർ വരുമ്പോൾ അവർ ദൂരേക്ക് പോകുമ്പോൾ സീത ഒറ്റയ്ക്കാകും. അപ്പോൾ എനിക്ക് കൊണ്ടുപോയി പോരാം. പങ്ക്തി കന്ധര വാക്യം കേട്ടു മാരീചനുള്ളിൽ ചിന്തിച്ചു, ഭയത്തോടു ഈ വണ്ണം ഉര ചെയ്താൻ. ആരുപദേശിച്ചതു മൂലനാശനമായ കാര്യം അവൻ നിന്നോട് ശത്രുവല്ലോ. ഇതാരാ ഉപദേശിക്കുന്നത്? മൂലനാശനമാണിത്. കാരണം മൂടോടെ നശിക്കുന്നതാണ് കുടുംബത്തോടെ. ഈ കാര്യം നിന്നോട് അവൻ നിങ്ങളുടെ ശത്രുവല്ലോ. രാമൻ നിനക്ക് ശത്രുവാണല്ലോ. നിന്നുടെ നാശം വരുത്തിടുവാൻ അവസരം തന്നെ പാർത്തിരിപ്പോരു ശത്രുവാകുന്നത് അവൻ നിന്നെ വധിക്കാൻ കാത്തിരിക്കുകയാണ്. നല്ലത് നിനക്കു ഞാൻ ചൊല്ലുവൻ കേൾക്കുന്നാകിൽ നല്ലതല്ലേതും നിനക്ക് ഈ തൊഴിൽ അറിയുക. നിനക്ക് മാരുജൻ പറയുന്നതാണ്, നിനക്ക് ഈ തൊഴിൽ ശരിയല്ല, അതുകൊണ്ട് ഇത് ചെയ്യണ്ട. രാമചന്ദ്രനിലുള്ള ഭീതി കൊണ്ട് അകതാരിൽ മാമകെ രാജരത്ന രമണീ രഥാദികൾ കേൾക്കുമ്പോൾ ഭീതനായുള്ള ഞാനോ നിത്യം രാക്ഷസ വംശം പരിപാലിച്ചു കൊള്ളുക നീയും. എനിക്ക് കേൾക്കുമ്പോൾ തന്നെ രാമനോർക്കും എനിക്ക് ഭീതിയാണ്. രാജരത്ന രമണീ രഥാദികളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭീതിയാണ്. മാരുജന് രാക്ഷസ വംശം പരിപാലിച്ചു കൊള്ളുക, അതുകൊണ്ട് നീ അവിടെ പരിപാലിക്കൂ. ശ്രീനാരായണൻ പരമാത്മാവ് തന്നെ രാമൻ, ഞാൻ അതിൻ പരമാർത്ഥം അറിഞ്ഞേൻ കേൾക്ക നീയും. ഞാനിതിൻ്റെ യഥാർത്ഥം ഞാൻ അറിഞ്ഞിരിക്കുന്നു. രാമൻ നാരായണനാണ്. നാരദാദികൾ മുനിശ്രേഷ്ഠന്മാർ പറഞ്ഞു പണ്ട് ഓരോരോ വൃത്താന്തങ്ങൾ കേട്ടേൻ പൗലസ്ത്യ പ്രഭു. രാവണ, ഞാനിത് കേട്ടിരിക്കുന്നു. നാരദാദികൾക്ക് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പത്മസംഭവൻ മുന്നം പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മലോചനൻ അരുൾ ചെയ്തതു വാത്സല്യത്താൽ. ബ്രഹ്മാവ് സന്തോഷത്തോടെ പ്രാർത്ഥിച്ചു, കരഞ്ഞു പറഞ്ഞു. അപ്പോൾ ഭഗവാൻ വാത്സല്യം കൊണ്ട് ഇങ്ങനെ അവതരിക്കാന്ന് പറഞ്ഞതാണ്. എന്തു ഞാൻ വേണ്ടെന്നത് ചൊല്ലുകെന്ന് അത് കേട്ടു ചിന്തിച്ചു വിധാതാവ് അർത്ഥിച്ചു ദയാനിധേ. ബ്രഹ്മാവ് ഇങ്ങനെ പ്രാർത്ഥന, ഞാൻ എന്താ വേണ്ടെന്ന് നാരായണൻ ചോദിച്ചു. അപ്പോ പറഞ്ഞു, നിൻ തിരുവടി തന്നെ മാനുഷവേഷം പൂണ്ട് പങ്ക്തി ഗന്ധരൻ തന്നെ കൊല്ലണം മടിയാതെ. അങ്ങനെ ഭഗവാനോട് പറഞ്ഞു, ഇങ്ങനെ ഭഗവാൻ തന്നെ അവതരിച്ചു വരണം മനുഷ്യനായിട്ട് പങ്ക്തി ഗന്ധരനെ രാവണനെ കൊല്ലാൻ. അങ്ങനെ തന്നെ എന്നു സമയിച്ച ശപഥം, അവരുടെ ഭാഷയിൽ സമയം എന്ന് പറയും. അങ്ങനെ തന്നെ എന്നു സമയം ചെയ്തു നാഥൻ മംഗലം വരുത്തുവാൻ. ദേവതാപസർക്കെല്ലാം മനുഷ്യനല്ല രാമൻ സാക്ഷാൽ ശ്രീ നാരായണൻ താനെന്ന് ധരിച്ചു സേവിച്ചു കൊള്ളുക ഭക്തിയാ. അതുകൊണ്ട് ഭഗവാൻ നാരായണനെ ഭക്തിയാ ഭജിക്കൂ. പോയാലും പുരം ബുക്ക് സുഖിച്ചു വസിക്ക നീ മായാ മനുഷ്യൻ തന്നെ സേവിച്ചു കൊള്ളുക നിത്യം. ഭഗവാനെ നീ സേവിച്ചു കൊള്ളുക. എത്രയും പരമകാരുണികൻ ജഗന്നാഥൻ ഭക്തവത്സലൻ ഭയനീശനീശ്വരൻ നാഥൻ ഭജനീയൻ ഈശ്വരനാണ്. ഭജിക്കുന്നവർക്ക് ഈശ്വരനാണ്. ആര് ഭജിച്ചാലും അവർക്ക് ഈശ്വരൻ തുണ ചെയ്യും. എത്രയും പരമകാരുണികനാണ് ജഗന്നാഥൻ, ഭക്തവത്സലനാണ്, ഭജനീയൻ ഈശ്വരൻ നാഥൻ. മാരീചൻ പറഞ്ഞ് അത് കേട്ടു രാവണൻ ചൊന്നാൻ, നേരത്രേ പറഞ്ഞതോ നിർമ്മലനല്ലോ ഭവാൻ. യഥാർത്ഥമാണ് താങ്കൾ മാരീചൻ പറഞ്ഞത്, താങ്കൾ നിർമ്മലനാണല്ലോ. ശ്രീനാരായണ സ്വാമി പരമൻ പരമാത്മാ താൻ അരവിന്ദോദ്ഭവൻ തന്നോട് സത്യം ചെയ്തു മത്യനായി പിറന്ന് എന്നെ കൊല്ലുവാൻ ഭാവിച്ചത് സത്യസങ്കല്പനായ ഭഗവാൻ താൻ എങ്കിലോ പിന്നെ ഔവണ്ണം അല്ലെന്നാക്കുവാനാളാരടോ. അങ്ങനെ മത്യനായി പിറന്ന് എന്നെ കൊല്ലുവാൻ ഭാവിച്ചതെങ്കിൽ സത്യസങ്കല്പനായ ഭഗവാൻ താൻ അതങ്ങനെ ആണെങ്കിൽ തന്നെ പിന്നെ ഔവണ്ണം അല്ലെന്നാക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? രാവണൻ മാരീചനോട് ചോദിക്കുക, അങ്ങനെ എന്നെ കൊല്ലാനായിട്ട് ഭഗവാൻ അവതരിക്കുന്നെങ്കിൽ അത് ആരെങ്കിലും തടുക്കാൻ പറ്റുന്നതാണോ? ഭഗവാനല്ലയോ? നന്നു നിന്നജ്ഞാനം ഞാൻ ഇങ്ങനെ ഓർത്തിയിലൊട്ടും ഒന്നുകൊണ്ട് ഞാൻ അടങ്ങിയിടുകയില്ല നൂനം. നീ പറഞ്ഞത് കൊള്ളാം, നിനക്കുള്ള അറിവില്ലാമ ഞാൻ അത് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഓർത്താൽ ആർക്കെങ്കിലും പറ്റുമോ അത് മാറ്റാൻ? പക്ഷെ ഞാൻ അടങ്ങത്തില്ല. എന്താ അടങ്ങാത്തത്? ഭഗവാന്റെ കയ്യിൽ മരിച്ചാൽ അയാൾക്ക് വൈകുണ്ഠം കിട്ടും, അല്ലെങ്കിൽ അയാൾക്ക് രാജ്യം പാലിച്ചിരിക്കാമല്ലോ. രണ്ടും ശരി, അയാൾക്ക് നല്ലത് തന്നെ. അതുകൊണ്ട് അയാൾ അടങ്ങാതെ സീതയെ കൊണ്ടുപോകാനുള്ള തീരുമാനം. ഒന്നുകൊണ്ട് ഞാൻ ഇടുകയില്ല നൂനം, ചെന്ന് മൈഥിലി തന്നെ കൊണ്ടുപോരുക വേണം. ഉത്തിഷ്ഠ മഹാഭാഗ പൊന്മാനായി ചമഞ്ഞു ചെന്ന് എത്രയും അകറ്റുക രാമലക്ഷ്മണന്മാരെ. ഉത്തിഷ്ഠ മഹാഭാഗ, അതായത് മാരീചനോട്ട് പറയാം, പൊന്മാനായി സ്വർണ്ണമാനായി ചമഞ്ഞു നീ അവിടെ ചെന്ന് നിൽക്കുക, രാമലക്ഷ്മണന്മാരെ അകറ്റി മാറ്റൂ. അന്നേരം തേരിലേറ്റി കൊണ്ടിങ്ങി പോന്നിടുവൻ. അങ്ങനെ രാമലക്ഷ്മണന്മാരെ മാറ്റി നിർത്തുമ്പോൾ ഞാൻ തേരിലേറ്റി സീതയും കൊണ്ടിങ്ങി പോരാം.
പിന്നെ നീ യഥാസുഖം വാഴുക മുന്നേ പോലെ. ഒന്നിനി മറുത്ത് നീ ഉര ചെയ്യുന്നാകിൽ എന്നുടെ വാൾക്ക് ഊണാക്കിയിടുന്നതുണ്ട് ഇന്നും തന്നെ. അങ്ങനെ നീ എന്തെങ്കിലും ഇതിൽ മാറ്റം സംഭവിച്ചാൽ, പൊന്മാനായി ചെന്ന് നിന്ന് രാമനെ ലക്ഷ്മണനെ അവിടെ മാറ്റാതിരുന്നാൽ എൻ്റെ വാളിന് നീ ഊണാക്കും. ആ വാളിന് ഊണാക്കും നിന്നെ. മാരീചനെ രക്തം വാളിന് കൊടുക്കുവാൻ വാളിന് ഊണാവുമല്ലോ. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നീ പറഞ്ഞ് കേൾക്കൂ എന്നത് കേട്ടു വിചാരിച്ചതു മാരീചനും. മാരീചനപ്പോൾ എന്താ വിചാരിച്ചത്? ഇത് നോക്കെന്താ ഇത് കട്ടാവുമെന്ന് അറിയാം. അപ്പം വായിച്ചതേ ഉള്ളൂ, കുറേ 30ഓളം മിനിറ്റായപ്പം കട്ടായി. പിന്നെ ഒന്നേ നടക്കുക. ഇത് ഞാൻ പതുക്കെ ഒന്ന് അനങ്ങിയാൽ മതി ഇത് പോകാൻ. അങ്ങനെ ഇതിനിപ്പം കുഴപ്പങ്ങളാണ് എന്നത് കേട്ടു വിചാരിച്ചതു മാരീചനും. നന്നല്ല ദുഷ്ടായുധമേറ്റ് നിര്യാണം വന്നാൽ ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കണം. അതായത് ദുഷ്ടനായിരിക്കുന്ന ഈ രാവണന്റെ വാളേറ്റ് മരിച്ചാൽ നരകത്തിൽ പോകണം. അവൻ ദുഷ്ടനല്ലേ. അതേസമയം എന്തായാലും മാനായിട്ട് ചെല്ലുമ്പം ഭഗവാൻ വധിക്കും. ഭഗവാൻ വധിച്ചാൽ വൈകുണ്ഠ ഭഗവാനോടൊപ്പം ചേരാം. അതല്ലേ നല്ലത്. മാരീചൻ ഭക്തനല്ലേ. അപ്പോൾ ഭഗവാന്റെ കൂടെ ചേരാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇയാൾ അത് ചെയ്തില്ലെങ്കിൽ രാവണൻ വധിക്കും. അപ്പോൾ ഉറപ്പായും നരകത്തിൽ പോകേണ്ടി വരും. അപ്പോൾ ആലോചിച്ചിട്ട് എന്ത് വന്ന് പൊന്മാനായിട്ട് തന്നെ പോകാമെന്ന് കരുതി. അപ്പോൾ ചെന്നുടൻ, അതായത് നന്നല്ല ദുഷ്ടായുധമേറ്റ് നിര്യാണം വന്നാൽ, ദുഷ്ടായുധാരുടെയ രാവണന്റെ സ്വഭാവം ദുഷ്ടനാണല്ലോ. അപ്പോൾ അയാൾ ചെയ്യുന്നതല്ല, അതിന് ആരും മോക്ഷം കിട്ടത്തില്ല. ഭഗവാൻ ചെയ്തെങ്കിലേ മോക്ഷം കിട്ടും. നന്നല്ല ദുഷ്ടായുധമേറ്റ് നിര്യാണം വന്നാൽ ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കണം. പുണ്യസഞ്ചയം കൊണ്ട് മുക്തനായി വരുമല്ലോ. എങ്ങനെയാ? പുണ്യസഞ്ചയം കൊണ്ട് മുക്തനായി വരുമല്ലോ രാമസായകമേറ്റ് മരിച്ചാലെന്ന് ചിന്തിച്ചാമോദം കൊണ്ട് പുറപ്പെട്ടാലും എന്ന് ചൊന്നാൻ. അങ്ങനെ അദ്ദേഹം പുറപ്പെടാൻ തീരുമാനിച്ചു. ഭഗവാന്റെ അമ്പ് കൊണ്ട് തന്നെ മരിക്കാം. രാക്ഷസ രാജാഭവാൻ ആജ്ഞാപിച്ചാലും എങ്കിൽ സാക്ഷാൽ ശ്രീരാമൻ പരിപാലിച്ചു കൊള്ളുക പോറ്റി. അങ്ങനെ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. എന്നുര ചെയ്ത് വിചിത്രാകൃതി കലർന്നൊരു എന്നുവെച്ചാൽ പൊന്മാൻ്റെ ആകൃതിയായിട്ട് വിചിത്രാകൃതി കലർന്നൊരു പൊൻനിറമായുള്ളൊരു മൃഗവേഷവും പൂണ്ടാൻ. പങ്കുതി കന്ധരൻ തേരിലാമാറു കരേറിനാൻ. ചെന്താർ ബാണനും തേരിലേറിനാൻ. അതു നേരം ചെന്താർ മാനിനിയായ ജാനകി തന്നെ ഉള്ളിൽ ചിന്തിച്ചു ദശാസ്യനും അന്ധനായി ചമഞ്ഞത്. പെണ്ണിന് സീത ഓർത്തോർത്ത് അവൻ അന്ധനായി കണ്ണുകാണാമേതായിട്ട്. മാരീചൻ മനോഹരമായൊരു പൊന്മാനായി. ചാരു പുള്ളികൾ വെള്ളി കൊണ്ട് നേത്രങ്ങൾ രണ്ടും നീലക്കൽ കൊണ്ട് ചേർത്തു. മുക്തഭാവത്തോട് ഓരോ ലീലകൾ കാട്ടി കാട്ടിൽ ഉൾപ്പൊക്കു. പിന്നെ സന്തോഷമായിട്ട് കളിച്ച് വനത്തിലേക്ക് ചെന്നു. വേഗേന പുറപ്പെട്ടും തുള്ളിച്ചാടിയും അനുരാഗഭാവേന ദൂരെ പോയി നിന്നു കടാക്ഷിച്ചും മാൻ. രാഘവാശ്രമ സ്ഥലോ ഉപാന്തേ സഞ്ചരിക്കുമ്പോൾ രാഗേന്ദുമുഖി സീത കണ്ടു വിസ്മയം പൂണ്ടാൾ. അത് സീത കണ്ട് സീതയ്ക്ക് സന്തോഷമായി. രാവണ വിജേഷിതമറിഞ്ഞ രഘുനാഥൻ, രാവണന്റെ വിജേഷണങ്ങളെ രാമൻ അറിഞ്ഞിട്ട് ദേവിയോട് അരുൾ ചെയ്താൻ. ഏകാന്തേ കാന്തേ കേൾ നീ. ഒറ്റയ്ക്കെന്നെ വിളിച്ചിരുത്തി രാമൻ സീതയെ വിളിച്ചിട്ട് പറയുന്നു, കാന്തേ കേൾ നീ. രക്ഷോ നായകൻ നിന്നെ കൊണ്ടുപോവതിന് ഇപ്പോൾ ഭിക്ഷുരൂപേണ വരും. അന്തികേ ജനകജേ. ഇപ്പോൾ തന്നെ വരും നിന്നെ കൊണ്ടുപോകാൻ. എങ്ങനെ വരും? ഭിക്ഷുരൂപേണ, അതായത് സന്യാസിയുടെ വേഷത്തിൽ. നീ ഒരു കാര്യം വേണം അതിന് മടിയാതെ. മായാസീതയെ പർണശാലയിൽ നിർത്തിയിടണം. മായാസീതയെ പർണശാലയിലാക്കണം. എന്താ മായാസീത? ഈ ലോകത്തിൽ ആര് ജനിച്ചാലും മായ കൊണ്ട്. പക്ഷെ പരമാത്മാവായ പരാശക്തി ആരാ? മായയിൽ വിദ്യയാണ്. അത് വിഷ്ണു മായയാണ്. അതിൻ്റെ മായയാണ് ഈ ലോകത്തിലുള്ള ഒരു മായ, ഒരു ദേവി. അപ്പോൾ ഈ മായ, ഈ പ്രപഞ്ചത്തിലുള്ള മായയായിട്ട് അവിടെ നിൽക്കണം, മായാസീതയായിട്ട് നിൽക്കണം പർണശാലയിൽ. യഥാർത്ഥ ജ്ഞാനസ്വരൂപിണിയായ വിഷ്ണുമായ മാറി നിൽക്കണമെന്ന് പറഞ്ഞു. നീ ഒരു കാര്യം വേണം അതിന് മടിയാതെ. മായാ സീതയെ പർണശാലയിൽ നിർത്തിയിടണം. മണ്ഡലത്തിൽ മറഞ്ഞു വസിക്ക നീ. യഥാർത്ഥ സീത വന്യമണ്ഡലത്തിൽ മറഞ്ഞിരിക്കണം, മറഞ്ഞു വസിക്ക നീ. ധന്യേ രാവണവധം കഴിഞ്ഞു കൂടുവോളം, രാവണനെ വധിക്കുവോളം അങ്ങനെ നിൽക്കണം. ആശ്രയാശങ്കയാൽ ഒരാണ്ടിരുന്നിടണം. ജഗദാശ്രയഭൂതേ സീതേ ധർമ്മരക്ഷാർത്ഥം പ്രിയേ. അങ്ങനെ ഒരാണ്ട് വരെ അങ്ങനെ കഴിയണം. രാമചന്ദ്രോക്തി കേട്ടു ജാനകി ദേവി താനും കോമളഗാത്രിയായ മായാസീതയെ തത്ര പർണശാലയിലാക്കി വന്യമണ്ഡലത്തിങ്കിൽ ചെന്നിരുന്നത് മഹാവിഷ്ണുമായും. അപ്പോൾ ഇത് മനസ്സിലാക്കാതെ വായിക്കുന്നവർക്ക് അറിയത്തില്ല. അവർ വിചാരിക്കും എന്താണെന്ന് അറിയില്ലല്ലോ, സീത യഥാർത്ഥ സീത എന്ന് ധരിക്കും. പക്ഷെ ഇവിടെ ദേവി അങ്ങനെ ആരുടെയെങ്കിലും അടിമയായി പോകുമോ? പരാശക്തിയല്ലേ സീത. യഥാർത്ഥ സീത ആരാ? വിഷ്ണുമായയാണ്. അതിലെ ഒരു അല്പമുള്ളതാണ് ഈ മായ.
ഈ പ്രപഞ്ചത്തിലുള്ളത്. യഥാർത്ഥ ശക്തി സ്വരൂപിണിയാണ് യഥാർത്ഥ വിഷ്ണുമായ. അത് നമ്മളിലെല്ലാം ഉള്ളിലും കുണ്ടലിനി ശക്തിയായി വാഴുന്നതാണ്. അതാണ് യഥാർത്ഥ ശക്തി സ്വരൂപിണി. പിന്നെ ഈ കാണുന്ന പ്രപഞ്ചം അതിൻ്റെ ഒരു അല്പശക്തിയിലുള്ളതാണ്. നമുക്കെല്ലാം നമ്മളെല്ലാം പോറ്റി തീറ്റി രക്ഷിക്കുന്നത് ഈ പ്രപഞ്ചമല്ലേ. അതുകൊണ്ട് മായാസീതയെ ആശ്രമത്തിൽ നിർത്തിയിട്ട് യഥാർത്ഥ വിഷ്ണുമായ വന്യമണ്ഡലത്തിൽ ചെന്നിരുന്നു. ഇനി മാരീച നിഗ്രഹം. മായ നിർമ്മിതമായ കനകമൃഗം കണ്ടു മായാ സീതയും രാമചന്ദ്രനോട് ഉര ചെയ്താൾ. ഭർത്താവേ കണ്ടീലയോ കനകമയ മൃഗം എത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം. പേടിയിൽ ഇതിനേതും എത്രയും അടുത്ത് വന്നിടുന്നു. മെരുക്കമുണ്ട് എത്രയും എന്ന് തോന്നും. നല്ല ശീലമുണ്ടെന്ന് തോന്നുന്നു. മെരുക്കാം. കളിപ്പാനാദി സുഖമുണ്ടിതു നമുക്ക് ഇങ്ങു വിളിച്ചിടുക വരുമെന്ന് തോന്നുന്നു നൂനം. പിടിച്ചുകൊണ്ടിങ്ങു പോന്നിടുക വൈകയിടാതെ മടിച്ചിടരുതേതും ഭർത്താവേ ജഗൽപതേ. മൈഥിലി വാക്യം കേട്ടു രാഘവൻ അരുൾ ചെയ്തു സോദരൻ തന്നോട് നീ കാത്തുകൊള്ളുക വേണം. ഇങ്ങനെ പറഞ്ഞപ്പോൾ സോദരനോട് പറഞ്ഞു മൈഥിലി, അതായത് സീത ഇങ്ങനെ പറഞ്ഞപ്പോൾ സീതയെ കാത്തുകൊള്ളണം. കാരണം വനത്തിലെല്ലാം രാക്ഷസന്മാർ ഒളിച്ചിലൊക്കെ നിൽക്കുന്നുണ്ട്. സോദരൻ തന്നോട് നീ കാത്തുകൊള്ളുക വേണം. സീതയെ അവൾക്കൊരു ഭയവും ഉണ്ടാകാതെ, അതായത് ഭയമൊന്നും കൊടുക്കാതെ സീതയെ കാക്കണം. യാതുധാനന്മാരുണ്ട് കാനനം തന്നെ ലെങ്ങും. അപ്പം യാതുധാൻ രാക്ഷസന്മാർ ഈ കാനനത്തിൽ എല്ലായിടവും ഉണ്ട് എന്നരുൾ ചെയ്തു. ധാനുർബാണങ്ങൾ എടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ. ജഗന്നാഥൻ അടുത്തു ചെല്ലുന്നേരം അങ്ങനെ ലക്ഷ്മണനെ നോക്കിക്കൊള്ളാനാക്കിയിട്ട് രാമൻ മൃഗത്തിൻ്റെ പുറകെ പോകുന്നു. ചെന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ അടുത്തു ചെല്ലും നേരം വേഗത്തിൽ ഓടിക്കളഞ്ഞടുത്തുകൂടാ എന്ന് തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരും. അപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും. പടുത്തമോട് ദൂരെ കുതിച്ച് ചാടും. അപ്പോൾ പിടിക്കാൻ ചെല്ലുമ്പോൾ ദൂരത്തേക്ക് ഓടും. ഇങ്ങനെ തന്നെ ഒട്ടു ദൂരത്തായി അത് നേരം എങ്ങനെ പിടിക്കുന്നു. വേഗമുണ്ട് ഇതിനേറ്റം. ഇതിന് ഭയങ്കര വേഗമാണല്ലോ, എങ്ങനെ പിടിക്കാൻ പറ്റും എന്നുറച്ച ആശ വിട്ടു രാഘവൻ ഒരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വെട്ടിയടിനാൻ. പൊന്മാനും അതുകൊണ്ട് ഭൂമിയിൽ വീണ നേരം വൻമല പോലെ ഒരു രാക്ഷസ വേഷം പൂണ്ടാൻ. സ്വർണ്ണമാനൊക്കെ മാറിയിട്ട് ഒരു വലിയ രാക്ഷസ രൂപം കണ്ടു. മാരീചൻ തന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞിതു. ലക്ഷ്മണൻ അത് പറഞ്ഞു മാരീചനാണെന്ന്. നേരത്രേ എന്നു രഘുനാഥൻ നിരൂപിച്ചു. ബാണുമേറ്റവനിൽ വീണപ്പോൾ മാരീചനും പ്രാണവേദനയോട് കരഞ്ഞാൻ. അയ്യോ പാപം ഹാഹാ ലക്ഷ്മണ മമ ഭ്രാതാവേ സഹോദര. അതായത് വിളിക്കുന്നത് ആരായിട്ട് വിളിക്കുന്നത്? ലക്ഷ്മണനെ രാമൻ വിളിക്കുന്നത് പോലെ തോന്നിപ്പിക്കാൻ അത് ലക്ഷ്മണൻ രാമനത് കേൾക്കുമ്പോൾ ഓടി ചെല്ലും. അതിനുവേണ്ടി ഈ മാരുജൻ അങ്ങനെ കബളിപ്പിക്കുവാണ്. രാമൻ്റെ വിളി പോലെ രാമനാണ് വീണ് മരിക്കാൻ കിടക്കുന്ന ഓടിവായ എന്ന് വിളിക്കുമല്ലോ, അതാണെന്ന് കരുതിക്കണം. അതിനുവേണ്ടി മാരുജൻ കബളിപ്പിക്കുന്നു. പ്രാണവേദനയോട് കരഞ്ഞാൻ അയ്യോ പാപം ഹാഹ ലക്ഷ്മണ മമ ഭ്രാതാവേ സഹോദര ഹാഹാ മേ വിധിബലം പാഹിമാ ദയാനിധേ. ആദരനാഥം കേട്ടു ലക്ഷ്മണനോട് ചൊന്നാൾ സീതയും സൗമിത്രേ നീ ചെല്ലുക വൈകിടാതെ. ആദരനാഥം വിഷമം പിടിച്ച വേദനയുള്ള നാദം കേട്ടപ്പോൾ ഇത് ശ്രീരാമൻ്റെയാണ്. സീത അങ്ങ് സങ്കല്പിക്കുക. സീത യഥാർത്ഥത്തിൽ മായാസീതയാണ് സങ്കല്പിക്കുന്നു. അങ്ങനെ സൗമിത്രേ ലക്ഷ്മണ നീ ചെല്ലു പെട്ടെന്ന്. അഗ്രജനുടെ വിലാപങ്ങൾ കേട്ടില്ലേ ഭവാൻ. ഉഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലം മുമ്പേ, കാരണം 14,000 പേരെ കൊന്നുകൊണ്ട് വാശിയുണ്ട് അവർക്ക്, അങ്ങനെ വധിക്കും എന്നൊക്കെ കരുതി അവരെ ഇരിക്കുമല്ലയോ. രക്ഷിച്ചു കൊള്ളുക ചെന്ന് ലക്ഷ്മണ മടിയാതെ. രക്ഷോ വീരന്മാരിപ്പോൾ കൊല്ലും അല്ലെങ്കിൽ അയ്യോ. ലക്ഷ്മണൻ അത് കേട്ടു ജാനകിയോട് ചൊന്നാൻ. ദുഃഖിയായ അയ്യോ ദേവി കേൾക്കണം മമ വാക്യം. ഞാൻ പറയാൻ കേൾക്കൂ, ദുഃഖിക്കണ്ട. മാരീചൻ തന്നെ പൊന്മാനായി വന്നത് അവൻ നല്ല ചോരൻ. എത്രയും ഏവം കരഞ്ഞത് അവൻ തന്നെ. അവൻ കള്ളനായി വന്നതാണ്. ചോരൻ കള്ളനായിട്ട് വന്നു, അവനാണ് കരഞ്ഞത്. ഇത് യഥാർത്ഥമല്ല. അന്ധനായ ഞാനും ഇത് കേട്ടുപോയി അകലുമ്പോൾ, ഞാനും ദേവി പറഞ്ഞ കേട്ട് അന്ധനായി ചിന്തിക്കാതെ വൃത്തിയോടെ പോയാൽ നിന്തിരുവടിയെയും കൊണ്ടുപോയിടാമല്ലോ. ഞാനിവിടുന്ന് എന്നെ സൂക്ഷിക്കാനോട് ആക്കിയേക്കൊണ്ട് ഞാനും ദേവി പറഞ്ഞ കേട്ട് ചിന്തിക്കാതെ അന്ധനായിട്ട് ചെന്നാൽ ദേവിയെ കൊണ്ടുപോയിക്കളയും. പങ്ക്തി ഗന്ധരൻ തനിക്ക് അതിനുള്ള ഉപായം ഇതെന്തറിയാതെ അരുൾ ചെയ്യുന്നത് അത്രയല്ല. ലോകവാസികൾക്ക് ആർക്കും ജയിച്ചുകൂടായല്ലോ. രാഘവൻ തിരുവടി തന്നെ എന്നറിയണം. ആരും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. രാമന് തിരുവടിയാണ്, ഭഗവാനാണ്. അതുകൊണ്ട് അങ്ങനെ ആതുരനെ കരയത്തില്ല. ആത്തനാദവും മമ ജ്യേഷ്ഠൻ ഉണ്ടാകയില്ല. രാത്രിചാരികളുടെ മായ ഇതെന്നറിഞ്ഞാലും വിശ്വനായകൻ കോപിച്ചിടുകിൽ അരക്ഷണാൽ വിശ്വസംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും ഭഗവാൻ രാമൻ വിശ്വനായകനാണ്, വിശ്വത്തിൻ്റെ നാഥനാണ്. കോപിച്ചാൽ അരക്ഷണം പോലും വിശ്വം സംഹാരം ചെയ്തു കളയും. അത്ര ശക്തിയുള്ള പരമാത്മാവ് നാരായണനാണ്.
അത് നീ മനസ്സിലാക്കൂ സീതേ. അത് ഈ ദേവിയെടുത്ത് പറയുന്നു. അതുകൊണ്ട് വിശ്വസംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും ഒരു പ്രയാസമില്ല രാമന്. അങ്ങനെയുള്ള രാമൻ തൻ മുഖാംബുജത്തിൽ നിന്ന് എങ്ങനെ ദൈന്യനാദം ഭവിച്ചിടുന്നു നാഥേ. അതുകൊണ്ട് ഈ ആതുരനാദം രാമൻ്റെ തല്ല. ജാനകി അത് കേട്ട് കണ്ണുനീർ തൂകി തൂകി മാനസേ വളർന്നൊരു ഖേദകോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനാളറു നേരം രക്ഷോജാതിയിൽ അത്രേ നീയും ഉണ്ടായി നൂന. അതായത് ഇത്രയെല്ലാം കരഞ്ഞു പറഞ്ഞിട്ട് ലക്ഷ്മണൻ പോകാത്തതുകൊണ്ട് നീയും രക്ഷോജാതിയിലുള്ളവനാ. കാരണം നീ രാക്ഷസനാണ്, നീ പോകുന്നില്ല, നീ അങ്ങനെ ഉള്ളവൻ തന്നെയാ. ഭാതൃ നാശത്തിന് അത്രേ കാംക്ഷയാകുന്നു തവ. നീ ജ്യേഷ്ഠന്റെ മരണത്തിന് ആഗ്രഹിക്കുന്നു. ചേതസി ദുഷ്ടാത്മാവേ, ഞാനിത് ഓർത്തിയില്ല അല്ലോ, ഞാനിത് മനസ്സിലാക്കുന്നില്ല. നീ രാമന്റെ വധമാണ് ചിന്തിക്കുന്നത്. രാമൻ ആശാകാംക്ഷനാകിയ ഭരതന്റെ കാമസിദ്ധാർത്ഥം അവൻ തന്നുടെ നിയോഗത്താൽ കൂടെ പോന്നിതു. നീയും രാമന് നാശം വന്നാൽ, അതായത് ഇദ്ദേഹം ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ വരാൻ ശ്രമിച്ചത്, ഇദ്ദേഹം നാശം വന്നാൽ സീതയെ ഇദ്ദേഹത്തിന് കിട്ടുമല്ലോ. അങ്ങനെയൊക്കെ വൃത്തിയില്ലാത്ത വാക്കുകളാണ് സീത പറയുന്നത്. രാമനാശ ആകാംക്ഷിതനാകിയ ഭരതൻ്റെ രാമനോടൊപ്പം ഭരതൻ വരാനൊരുങ്ങിയിട്ട് കാമസിദ്ധാർത്ഥം അവൻ തന്റെ നിയോഗത്താൽ കൂടെ പോന്നിതു. നീയും രാമന് നാശം വന്നാൽ ഗൂഢമായി എന്നെയും കൊണ്ടങ്ങ് ചെല്ലുവാൻ നൂനം. അതുകൊണ്ടാണ് നീ ഇത്രയും പ്രയത്നപ്പെട്ട് രാമനോടൊപ്പം വന്നത്. ഇതൊക്കെയാ പറയാ. എന്തിനാ? രാമൻ മരിച്ചാലോ നാശം വന്നാലോ സീതയെ ലക്ഷ്മണൻ എടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണെന്നൊക്കെയാ പറയാ. എന്നുമേ നിനക്ക് എന്നെ കിട്ടിയിടുകയില്ലതാനും, അതുകൊണ്ട് നീ എന്നെ കിട്ടുമെന്ന് വിചാരിക്കണ്ട. ഇന്ന് പ്രാണത്യാഗം ചെയ്യുവൻ ഇന്ന് ഞാൻ തന്നെ. അതുകൊണ്ട് രാമൻ എന്തെങ്കിലും വന്നാൽ ഞാൻ ഇന്ന് പ്രാണത്യാഗം ചെയ്യും. അറിഞ്ഞാലും എന്നുമേ നിനക്ക് എന്നെ കിട്ടുകയില്ല താനും, ഇന്ന് പ്രാണത്യാഗം ചെയ്യുവൻ ഞാൻ. അറിഞ്ഞാലും ചേതസി ഭാര്യഹരണോദ്യുതനായ നിന്നെ സോദര ബുദ്ധിയ ധരിച്ചില്ല രാഘവനേതും. രാഘവൻ നിന്റെ ഈ സോദരനാ നിന്നെ ഇങ്ങനെയുള്ള ബുദ്ധിയാണെന്ന്, ഭാര്യഹരണം ഭാര്യയെ അപഹരിക്കുന്നവനാണെന്ന് രാഘവൻ അറിഞ്ഞില്ല ഈ സോദരൻ എന്നൊക്കെയാ പറയാ. രാമനെ ഒഴിഞ്ഞ് ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണ് തീണ്ടുകയില്ലയല്ലോ. രാമനല്ലാതെ ഒരു പുരുഷൻ ഞാൻ തൊടുകയില്ല. ഇത്തരം വാക്ക് കേട്ട് സൗമിത്രി ചെവി രണ്ടും സത്വരം പൊത്തി പുനരവളോടുട ചെയ്താൽ. ഇങ്ങനെയുള്ള വൃത്തിയില്ലാത്ത വാക്കുകൾ കേട്ടുമ്പോൾ ലക്ഷ്മണൻ എന്ത് ചെയ്യാൻ പറ്റും? കളഞ്ഞിട്ട് പോകാൻ പറ്റുമോ? ഭഗവാൻ ഏൽപ്പിച്ചേക്കോ ഇല്ലയോ? ദുഷ്ടന്മാരൊന്നും കൊണ്ടുപോകത്തില്ലേ? കളഞ്ഞിട്ട് പോകാനും വയ്യ. ചെവി രണ്ടും അങ്ങ് പൊത്തി പിടിച്ചു. കഷ്ടമല്ലേ ഒരു പാവം കുഞ്ഞിനോട് ഇങ്ങനെ പാടിക്കുന്നത് സീത. അപ്പോൾ ഇത്തരം വാക്ക് കേട്ട് സൗമിത്രി ചെവി രണ്ടും സത്വരം പൊത്തി പുനരവളോട് ചെയ്താൻ. നിനക്കു നാശം അടുത്തിരിക്കുന്നതു പാരം എനിക്ക് നിരൂപിച്ചാൽ തടുത്തുകൂടാതാണ്. എന്നെ കൊണ്ട് തടുക്കാൻ പറ്റുകയില്ല. ഞാൻ തടുത്താൽ ഇങ്ങനെയൊക്കെയല്ലോ പറച്ചില്. അതുകൊണ്ട് ഞാൻ തടുക്കുന്നില്ല, നിനക്ക് നാശം അടുത്തിരിക്കുന്നു എന്നും പറഞ്ഞ് ഇദ്ദേഹം ഇത്തരം ചൊല്ലിയിടുവാൻ തോന്നിയത് എന്തേ ചണ്ഡി? എന്താ കോപിഷ്ടേ? ഛേ ദിക്തിഗത്യന്തം ക്രൂരചിത്തം നാരികൾക്കെല്ലാം. ഈ നാരുകളുടെ ഈ മായയിൽ പൂണ്ടകുന്ന നാരികളൊക്കെ ഉള്ളൂ ഇങ്ങനെ ഈ വൃത്തിയില്ലാത്ത വാക്കുകൾ പറയുന്നത്. ഇങ്ങനെയുള്ള വേണ്ടാത്ത ഒരു പുരുഷൻ ചിന്തിക്കാത്ത വാക്കുകളാണ് പറയാ. അപ്പം ആത്മഹത്യ ചെയ്യാൻ ആ പുരുഷനാ തോന്നുന്നത്, സീതയ്ക്കല്ല. ഇത് കേൾക്കുമ്പോൾ ആത്മഹത്യ ചെയ്യാൻ തോന്നും. ഇത്തരം ചൊല്ലിയിടുവൻ തോന്നി എന്തേ ചണ്ഡി? ധിക്തി ഗത്യന്തം ക്രൂരചിത്തം നാരികൾക്കെല്ലാം വന്ന വനദേവതമാരെ പരിപാലിച്ചു കൊള്ളുവിൻ. മനുവംശാധീശ്വര പത്നിയെ വഴി പോലെ അദ്ദേഹം തളർന്ന് വിഷമിച്ച് വനദേവതമാരെ രക്ഷിക്കൂ, എനിക്ക് പറ്റുന്നില്ലല്ലോ ഇങ്ങനെ പരിപാലിച്ചു കൊള്ളുവൻ. അതുകൊണ്ട് ദേവതമാരെ നിങ്ങൾ പരിപാലിക്കൂ. കാരണം ആരും കൊണ്ടുപോയ രാമന് വിഷമമല്ലേ. മനുവംശാധീശ്വര പത്നിയെ വഴി പോലെ ദേവിയെ ദേവകളെ ഭരമേൽപ്പിച്ചു മന്ദം. ഈ ദേവിയെ തന്നെ ഒരു ഭരമേൽപ്പിച്ചു ഈ ലക്ഷ്മണൻ. പൂർവജൻ തന്നെ കാണാൻ നടന്നു സൗമിത്രിയും. അങ്ങനെ ജ്യേഷ്ഠനെ കാണാനുണ്ട് നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് ചെവിയും പൊത്തിക്കൊണ്ട് പോയി. സീത അപഹരണം. അന്തരം കണ്ടു ദശകന്ധരൻ മദന അന്ധനായി അവതരിച്ചിടാൻ അവനിയിൽ. കാമം മുഴുത്തിങ്ങനെ അന്ധനായി കണ്ണുണാൻ വേണ്ട അവൻ അവിടെ വന്നു. കാരണം ലക്ഷ്മണനും പോയല്ലോ, ഇനിയിപ്പോൾ എന്തും ആകാമല്ലോ. ജടയും വൽക്കലവും ധരിച്ച് സന്യാസിയായി ഉടജാങ്കണി വന്നു നിന്നിതു ദശാസ്യനും. ആശ്രമത്തിൽ വന്നു. ദശാസ്യൻ എങ്ങനെയാ? സന്യാസി വേഷത്തിൽ. ഭിക്ഷുവേഷത്തെ പൂണ്ട രക്ഷോനാഥനെ കണ്ടു. തൽക്ഷണം മായാ സീതാദേവിയും വിനീതയായി പറയുക. നത്വ സമ്പൂജ്യ ഭക്തിയ ഫലമൂലാദികളും തെത്തുക. സ്വാഗതവാക്യമൊക്കെ പിന്നെയും ചൊന്നാൾ. ഫലമൂലാക്കുന്നത് സ്വാഗതമൊക്കെ പറഞ്ഞ് അത്രൈവ ഫലമൂലാദികളും ഭുജിച്ചു കൊണ്ടിത്തിരി നേരം ഇരുന്നിടുക തപോനിധേ. ഇതെല്ലാം കഴിച്ച് അല്പനേരം വിശ്രമിക്കൂ. ആരോട് പറയാ? ഈ ദുഷ്ടനായ രാവണനോട്. സന്യാസിയായിട്ട് ഇരിക്കുന്നതുകൊണ്ട് അറിയുന്നില്ല ആരാണെന്ന്. ഭർത്താവ് വരും ഇപ്പോൾ തൊൽ പ്രിയം എല്ലാം ചെയ്യും.
അദ്ദേഹത്തിന് സന്യാസിക്ക് എന്താ വേണ്ടതെല്ലാം എൻ്റെ ഭർത്താവ് ചെയ്തത് ഇപ്പം തന്നെ വരും. ക്ഷുത്രുടാദിയും തീർത്തു വിശ്രമിച്ചാലും ഭവൻ വിശപ്പൊക്കെ തീർത്ത് വിശ്രമിക്കൂ. ഇത്തരം മായാദേവി മുക്താലാപങ്ങൾ കേട്ട്, നല്ല സുന്ദരമായ വാക്കുകൾ കേട്ട് സത്വരം വിഷുരൂപി സസ്മിതം ചോദ്യം ചെയ്താൻ. കമല വിലോചനെ കമനീയാങ്കി നീ ആരമലേ ചൊല്ലിടൂ. നിൻ കമിതാവ് ആരെന്ന്, നിന്റെ ഭർത്താവ് ആരാണ്? നീ കമല വിലോചനെ കമനീയാങ്കി സുന്ദരി അമലേ ചൊല്ലിടൂ, നിന്റെ ആരാ ഭർത്താവ്? നിഷ്ഠുരജാതികളാം രാക്ഷസരാദിയായ ദുഷ്ടജന്തുക്കളുള്ള കാനന ഭൂമി തന്നിൽ, ഇവിടെ രാക്ഷസന്മാരെല്ലാവരും ഉണ്ട്, ദുഷ്ടജന്തുക്കളുണ്ട്. ഇവിടെ എന്താ ഇങ്ങനെ? ഈ കാനനത്തിൽ തന്നെയാണെന്നാ പറഞ്ഞത്. ലക്ഷ്മണനെ രാമനെ കാണാത്തതുപോലെ, അറിയാത്തതുപോലെ. നീ ഒരു നാരിമണി, താനി വാഴുന്നത് എന്തൊരു ആയുധപാണികളും ഇല്ലല്ലോ സഹായമായി. നിന്റെ കയ്യിൽ ഒരു ആയുധം പോലും ഇല്ല. നീ ഒരു നാരിമണിയാണ്, സ്ത്രീയാണ്. നീ എന്താ തന്നെ വന്നിവിടെ ഇങ്ങനെ കഴിയുന്നത്? ഒരു ആയുധം പോലും നിന്റെ കയ്യിലില്ലല്ലോ. തന്നെ പരമാർത്ഥമൊക്കെ പറഞ്ഞാൽ ഞാൻ എന്നോട് പരമാർത്ഥം പറയുന്നുണ്ട് താനും. മേദിനി സുത അത് കേട്ട് ഉര ചെയ്തിടിനാൾ. മേദിനീപതി വരനാം അയോധ്യാധിപതി. മേദിനീപതി വരനാം അയോധ്യാധിപതി വാട്ടമില്ലാതെ ദശരഥനാം നൃപാധിപ ജ്യേഷ്ഠനന്ദനായ രാമൻ അത്ഭുത വീരനാണ് എൻ്റെ ഭർത്താവെന്നാണ് പറയുന്നത്. അതായത് ദശരഥ മഹാരാജാവിൻ്റെ അത് രാജാവാണ്. രാജാവിൻ്റെ മകനായ മൂത്ത മകൻ അത് ജ്യേഷ്ഠനന്ദനൻ. മൂത്ത മകനായ രാമനാണ്, അത്ഭുത വീരനാണ്, തൻ്റെ ധർമ്മപത്നിയാണ്. അദ്ദേഹത്തെ പത്നിയാണ് ഞാൻ, ജനകാത്മജ. ഞാൻ ജനകാത്മജ, അതായത് ജനകൻ്റെ മകളായ സീത, അതായത് ഈ പറഞ്ഞ ജ്യേഷ്ഠനന്ദൻ മകൻ്റെ ഭാര്യയാണ്, ധർമ്മപത്നിയാണ്. ധന്യനാം അനുജനും ലക്ഷ്മണൻ എന്ന നാമം എൻ്റെ അനുജനാണ്. അത് ഈ ദശരഥ മഹാരാജൻ്റെ മൂത്ത മകൻ്റെ അനുജൻ ലക്ഷ്മണനാണ് അനുജൻ. ഞങ്ങൾ മൂവരും പിതുരാജ്ഞയ തപസ്സിനായി ഇങ്ങ് വന്നിരിക്കുന്നു. ദണ്ഡക വനം തന്നിൽ, ഞങ്ങളുടെ ഈ വനത്തിൽ പിതാവിൻ്റെ ആജ്ഞപ്രകാരം തപസ് ചെയ്യാൻ വന്നതാണ്. 14 ആണ്ട് കഴിവോളവും വേണം താനും അതിന് പാർത്തിടുന്നു. സത്യമെന്നറിഞ്ഞാലും നിന്തിരുവടിയെ ഞാൻ അറിഞ്ഞില്ലേതും പുനരെന്തിനായി എഴുന്നള്ളി ചൊല്ലണം. പരമാർത്ഥം എന്താ ഞാൻ അറിയുന്നില്ലല്ലോ, പരമാർത്ഥം പറയൂ, സന്യാസിയോട് ചോദിച്ചു. എങ്കിലോ കേട്ടാലും നീ മംഗലശീലേ ബാലേ പങ്കജ വിലോചനെ പഞ്ചബാണാധിവാസേ പൗലസ്ത്യതനയനാം രാക്ഷസ രാജാവു ഞാൻ. ത്രൈലോക്യത്തിങ്കൽ എന്നെ ആരറിയാതെയുള്ളൂ. 3 ലോകത്തിൽ വെച്ച് എന്നെ ആരാ അറിയാത്തത്? ഈ രാക്ഷസനെ അയാൾ തന്നെ പറയുവാണ്. രാവണൻ പറയുന്നു, അത് സന്യാസിയുടെ വേഷമാണ്. പൗലസ്ത്യ തനയനാം രാക്ഷസ രാജാവ് ഞാൻ. ത്രൈലോക്യത്തിങ്കിൽ എന്നെ ആരറിയാതെയുള്ളൂ. നിർമ്മലേ കാമപരിതപ്തനായി ചമഞ്ഞു ഞാൻ. നിർമ്മലേ നിന്നെ കണ്ടപ്പോൾ എനിക്ക് കാമപരിതപ്തനായി ചമഞ്ഞു ഞാൻ. നിൻ മൂലം നീ കാരണം എനിക്കിപ്പോൾ ആഗ്രഹം വർദ്ധിച്ചു. അതുകൊണ്ട് അതിന് നീ പോരണം. മായാസകം എന്നോടുകൂടെ, എന്നോടുകൂടെ നീ അതുകൊണ്ട് പോരണം. നീ മുഖാന്തരം എനിക്കിപ്പം കാമം വന്നു, എന്നുവെച്ചാൽ ആഗ്രഹം വർദ്ധിക്കും, നിന്നെ എനിക്ക് വേണം. ലങ്കയാൻ രാജ്യം വാനോർ നാട്ടിലും മനോഹരം കിങ്കരനായ എന്തവ ലോകസുന്ദരീനാഥേ. അതായത് ഈ ലങ്കാരാജ്യമാണ് എൻ്റെ രാജ്യം. അത് വാനോർ, അത് വാനം, ആകാശം, ദേവലോകത്തിനേക്കാളും മനോഹരമാണ്. താപസവേഷം പൂണ്ട രാമനാൽ എന്ത് ഫലം? താപസവേഷം പൂണ്ട രാമനോട് എന്താ ഫലം? താപം ഉൾക്കൊണ്ട് കാട്ടിലിങ്ങനെ വസിക്കേണ്ട. ഇത് വിഷമമല്ലേ? ഇവിടെ എന്തിനാ ഒന്നും ഇങ്ങനെ കഴിക്കാതെയൊക്കെ ഇങ്ങനെ കിടക്കുന്നത്? ശരണാഗതനായോരെന്നെ നീ ഭജിച്ചാലും അരുണാധരി മഹാഭോഗങ്ങൾ ഭുജിച്ചാലും. രാവണവാക്യമേവൻ കേട്ട് അതിഭയത്തോടും വൈവർണ്യം പൂണ്ടു ജാനകി ചൊന്നാൾ മന്ദം. ജാനകിക്ക് മനസ്സിലായി കബളിപ്പാണെന്ന്. വൈവർണ്യം പൂണ്ടപ്പം ജാനകി ചൊന്നാൾ മന്ദം. കേവലം അടുത്തതു മരണം നിനക്കിപ്പോൾ ഏവൻ നീ ചൊല്ലുന്നാകിൽ ശ്രീരാമദേവൻ തന്നാൽ സോദരനോടും കൂടി വേഗത്തിൽ വരും ഇപ്പോൾ. മേദിനീപതി മമ ഭർത്ത ശ്രീരാമചന്ദ്രൻ തൊട്ടുകൂടുമോ ഹരിപത്നിയെ ശശത്തിന്. അതായത് മേദിനിപതി മമ, എൻ്റെ ഭർത്താവ് ഭൂമിപാലകനാണ്, മേദിനിപതിയാണ് ശ്രീരാമചന്ദ്രൻ. അങ്ങനെയുള്ള രാമചന്ദ്രൻ്റെ ഭാര്യയെ, അത് സിംഹത്തിൻ്റെ പത്നിയെ, അത് സിംഹമാണ് രാമൻ, പത്നിയെ ആര് തൊടും? ശശത്തിന്, മുയലിന് തൊടാൻ പറ്റും. മുയൽ ആരാ? ഈ സന്യാസി ഒരു മുയലാണ്. എൻ്റെ ഭർത്താവ് സിംഹമാണ്, സിംഹത്തിൻ്റെ പത്നിയാണ് ഞാൻ. ഈ പത്നിയെ, സിംഹത്തിൻ്റെ പത്നിയെ ഒരു മുയലിന് തൊടാൻ പറ്റുമോ? മുയൽ. അതുകൊണ്ട് കഷ്ടമായുള്ള വാക്ക് ചൊല്ലാതെ മൂഢാത്മാവേ, രാമബാണങ്ങൾ കൊണ്ട് മാരണം പിളർന്ന് നീ ഭൂമിയിൽ വീഴുവാനുള്ള കാരണം ഇത് നൂനം.
നീ ഇവിടെ പിളർന്നു വീഴണ്ടെങ്കിൽ ഇങ്ങനെ പറയാതിരിക്കൂ. ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണൻ ഏറ്റം തിങ്ങിയിടും ക്രോധം പൂണ്ട് മൂർച്ഛിതനായ അന്നേരം ദേഷ്യം കൂടി മൂർച്ഛിതമായി. തന്നുടെ രൂപം നേരെ കാട്ടിനാൻ മഹാഗിരി സന്നിഭം ദശാനനം വിംശതി മഹാഭുജം. ഈ വിംശതി മഹാഭുജങ്ങൾ 20 സന്നിഭം ദശാനനം ദശം 10 മുഖങ്ങൾ. ആ ദേഷ്യം പൂണ്ടപ്പോൾ യഥാർത്ഥ സ്വരൂപഞ്ഞ് വന്ന് അത് ദശം 10 മുഖങ്ങളും 20 കൈകളും വന്നിട്ട് അഞ്ജന ശൈലാകാരം കാണായ നേരം ഉള്ളിൽ അഞ്ജസ ഭയപ്പെട്ടു. വനദേവതമാരും പോലും ഭയപ്പെട്ടു. എന്താ അഞ്ജനം കരി, ശൈലം പർവ്വതം, കരി പോലത്തെ പർവ്വതം പോലെ ഇരിക്കുക ഈ രാവണ വേഷം. അങ്ങനെ ഭയപ്പെട്ടു. രാഘപത്നിയെയും തേരതിൽ എടുത്തു വെച്ച ആകാശമാർഗെ ശീഘ്രം പോയതു ദശാസ്യനും അങ്ങനെ കൊണ്ടുപോയി. ഹഹ രാഘവ രാമ സൗമിത്രേ കാരുണ്യാബ്ധേ ഹഹ മൽ പ്രാണേശ്വര പാഹിമായി ഭയാതുരം. വിളിക്കുക, എന്താ ഭയന്നിട്ട് കൊണ്ടുപോയില്ലയോ, അപ്പോൾ വിളിക്കുക രാമ രാഘവ ലക്ഷ്മണ എന്നെല്ലാം വിളിക്കുക. ഇത്തരം സീതാ വിലാപം കേട്ടു പക്ഷീന്ദ്രനാം സത്രം ഉത്ഥാനം ചെയ്തെത്തിനാൻ. ജഡായു ഭഗവാന്റെ ദാസനാണ് ഈ പക്ഷീന്ദ്രൻ, കഴുകൻ. ദശരഥ മഹാരാജൻ്റെയും ചെറുപ്പകാലത്ത് ഇദ്ദേഹം സഹായിയായിരുന്നു. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ വധിക്കാനൊരുങ്ങിയപ്പോൾ ഞാൻ വധ്യനല്ല എന്ന് പറഞ്ഞത്. ഞാൻ സഹായിയാണ് എന്ന് പറഞ്ഞ് ഭഗവാൻ ഇഷ്ടമായി ഭഗവാന്റെ കൂടെ താമസിക്കുകയാണ് അടുത്ത് തന്നെ. അതുകൊണ്ട് സത്രം ഉത്ഥാനം ചെയ്ത് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് അവിടെ ഈ വിളി കേട്ടപ്പോൾ ജഡായു അവിടെ എത്തി. തിഷ്ടതിഷ്ടാഗ്രേ മമ സ്വാമിതൻ പത്നിയെയും കട്ടുകൊണ്ട് എവിടേക്ക് പോകുന്നു മൂഢാത്മാവേ ചോദിച്ചു ജഡായു. അധ്വരത്തിങ്കിൽ ചെന്ന് ശുനകൻ മന്ത്രം കൊണ്ട് ശുദ്ധമാം പുരോടാംശം കൊണ്ടുപോകുന്ന പോലെ, അതായത് നല്ല ശുദ്ധമായിരിക്കുന്ന ഹോമദ്രവ്യങ്ങളൊക്കെ ഒരു ശുനകൻ വന്ന്, ഒരു ശുനകൻ നായയാന്ന് തോന്നുന്നു, പട്ടി, അത് കൊണ്ടുപോകുന്ന പോലെ. അത് അത്ര സുന്ദരിയായ ഈ ഈശ്വരൻ ദേവിയല്ലയോ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. പട്ടി കൊണ്ടുപോകുന്നത് ഇവന് കൊണ്ടുപോകാൻ കൊള്ളാമോ ഈ രാവണന്, അവനെ പട്ടിയെ പോലെ എന്ന് പറഞ്ഞു. പദ്ധതി മധ്യേ പരമോധ ബുദ്ധിയോടും വൃദ്ധരാജനും ഒരു പത്രവാനായുള്ളൊരു കത്രരാജനെ പോലെ ബദ്ധവൈരത്തോട് അതിക്രുദ്ധനായ അഗ്രേ ചെന്ന് യുദ്ധവും തുടങ്ങി. ഞാൻ പർവ്വതരാജനെ പോലെ ചെന്ന് പക്ഷിയെന്ന് അവനോട് യുദ്ധം തുടങ്ങി. അബ്ധിയും പത്ര അനില ശുദ്ധമായി ചമയുന്ന അബ്ധികൾ ഇളകുന്നു വിദ്രുതം. അതുനേരം സമുദ്രം ഇളകുന്നു. പത്രൻ ഈ ചിറകടിക്കുന്ന കാറ്റ് വീശി. പത്ര അനില ശുദ്ധമായി, ഇതൊക്കെ വായിൽ കൊള്ളുന്നില്ല. അബ്ധി സമുദ്രം, പത്ര അനില ശുദ്ധമായി. ഈ ചിറകിൻ്റെ കാറ്റുകൊണ്ട് അബ്ധി സമുദ്രം ഇളകുന്നു, ആദ്രികൾ ഇളകുന്നു, പർവ്വതമൊക്കെ ഇളകുന്നു, വിദ്രുതം പെട്ടെന്ന് അത് നേരം. എന്താ അത്ര ശക്തിയാണ് ഈ കഴുകൻ്റെ ചിറകിൻ്റെ കാറ്റ്. കാൽ നഖങ്ങളെ കൊണ്ട് ചാപങ്ങൾ പൊടിപ്പെടുത്ത ആനനങ്ങളും കീറി മുറിഞ്ഞ് വശം കെട്ടു. തീഷ്ണ തുണ്ടാഗ്രം കൊണ്ട് തേത്രം തകർത്തത്. ആ കൂർത്ത ഈ ചുണ്ട് കൊണ്ട് ഈ രഥമൊക്കെ തകർത്തു. ആരുടെയാ? പക്ഷിയുടെ ചുണ്ടുകൊണ്ട്. കാൽക്ഷണം കൊണ്ട് കൊന്നു വീഴ്ത്തിനാൻ അശ്വങ്ങളെ. ക്ഷണം കൊണ്ട് ഈ അശ്വങ്ങളെയൊക്കെ കൊന്നു വീഴ്ത്തി. രൂക്ഷത പെരുകിയ പക്ഷപാതങ്ങളേറ്റ് രാക്ഷസപ്രവരനും ചഞ്ചലമുണ്ടായി വന്നു. ഇത്രയും ശക്തിയേറിയ പക്ഷപാതം, ചിറകിൻ്റെ കാറ്റ് അടിച്ചപ്പോൾ ഇവന് ഒരു ചഞ്ചലമുണ്ടായി രാവണന്. യാത്രയും മുടങ്ങിമൽ കീർത്തി ഒടുങ്ങി ഇതെന്ന് ആർത്തി പൂണ്ടുടന്നു ഒരു രാത്രിചാരീന്ദ്രൻ. അപ്പോൾ ധാത്രീപുത്രേ തത്ര ധാത്രിയിൽ നിർത്തി പുനരോർത്ത് താൻ ചന്ദ്രഹാസം വിളക്കി ലഘുതരം. അപ്പോൾ ഇത് ഓടാൻ പറ്റത്തില്ല, രഥം അങ്ങ് ഇല്ലാമായി പോയല്ലോ താഴെ നിന്ന്. അപ്പോൾ എന്തു വന്നു? ഈ ധാത്രീപുത്രി സീതയെ താഴെ നിർത്തിയിട്ട് എന്തു വന്നു? ഓർത്ത് എന്തൊരു മാർഗം. ഈ പക്ഷിയെ ശരിക്കും പക്ഷിയാണല്ലോ ഉപദ്രവം, അതുകൊണ്ട് അതിനെന്താണ് ഒരു ഉപായം എന്ന് ഓർത്തപ്പോൾ ചന്ദ്രഹാസം എന്നുള്ള എന്തോ ഒരു ആയുധം. അത് ചന്ദ്രഹാസം ഇളക്കി ലഘുതരം പക്ഷി നായയുടെ പക്ഷങ്ങൾ ചിറകളങ്ങ് ഛേദിച്ച് കളഞ്ഞു. അക്ഷതി തന്നിൽ വീണാൻ അക്ഷമനായിട്ട് അവൻ നിശ്ചലമായി ചെന്ന വീണിന് പറക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ വീണാൻ അക്ഷമനായിട്ട് അവൻ യശോനായകൻ പിന്നെ ലക്ഷ്മി ദേവിയെയും കൊണ്ട് അക്ഷത ചിത്തത്തോടും ദക്ഷിണദിക്ക് നോക്കി തെക്കേ ദിക്കിലോട്ട് നോക്കി മറ്റൊരു തേരിലേറി തെറ്റുന്ന നടകൊണ്ടാൻ വേറൊരു തേര് കയറി. അവൻ വിചാരിക്കുമ്പോൾ എല്ലാം ഉണ്ടാവുമല്ലോ, മായയല്ലയോ. മറ്റൊരു തേരിലേറി തെറ്റുന്ന നടകൊണ്ടാൻ മറ്റാരും പാലിപ്പാനിലുറ്റവരായിട്ട് എന്നോർത്ത് ഇറ്റിറ്റ് വീണിടുന്ന കണ്ണുനീരോടും. അപ്പോൾ കട്ടുവാർ കുഴലിയാം ജാനകി ദേവിതാനും കണ്ണുനീരൊക്കെ ഇങ്ങനെ പൊഴിച്ച് ആരും സഹായിപ്പാനില്ലല്ലോ. ഉള്ള സഹായവും ചിറകറ്റങ്ങ് വീണുപോയി ജഡായു.
ഭർത്താവ് തന്നെ കണ്ട് വൃത്താന്തം പറഞ്ഞൊഴിഞ്ഞുത്തമനായ നിന്റെ ജീവനും പോകായി എന്ന്. അതുകൊണ്ട് രാമൻ എപ്പോഴെങ്കിലും വന്ന് നിന്നെ കണ്ട് ഈ വാർത്തകൾ പറഞ്ഞ് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് ഇത് പറഞ്ഞിട്ടേ നിന്റെ ജീവൻ പോകാവൂ എന്നൊരു വരം പോലെ ഈ ദേവി കൊടുത്തിട്ടാണ് പോയത്. അങ്ങനെ അതുവരെ രാമൻ വരെ അതുകൊണ്ട് ആ പക്ഷിയുടെ കിടക്കും. പൃഥ്വിപുത്രിയും വരം പത്രിരാജൻ നൽകി. പത്രിരാജൻ ഈ ജടായു, പത്രി എന്ന് വെച്ചാൽ ഇല, ചിറക്. പത്രിരാജൻ നൽകി പൃഥ്വിമണ്ഡലം അകന്നാശമേൽപോട്ട് പോയാൾ. അയ്യോ രാഘവ ജഗന്നായക ദയാനിധേ, നീ എന്നെ ഉപേക്ഷിച്ചതെന്തു കാരണം നാഥ? രക്ഷോ നായകൻ എന്നെ കൊണ്ടിതാ പോയിടുന്നു, രക്ഷിതാവായിട്ട് ആരുമില്ല എനിക്ക് അയ്യോ പാപം. ലക്ഷ്മണ നിന്നോട് ഞാൻ പരുഷം ചൊന്നേനല്ലോ, രക്ഷിച്ചുകൊള്ളണമേ ദേവരാ ദയാനിധേ. രാമ രാമാത്മാ രാമ ലോകാഭിരാമ രാമ, ഭൂമിദേവി എന്നെ വെടിഞ്ഞാളിതുകാലം. ഭൂമിദേവി എന്നെ വെടിഞ്ഞല്ലോ. പ്രാണവല്ലഭ പരിത്രാഹിമാം ജഗൽപതേ, കവുണപാധിപൻ എന്നെ കൊന്നു ഭക്ഷിക്കും മുമ്പേ, ഈ ദുഷ്ടൻ എന്നെ കൊന്നു ഭക്ഷിക്കും മുമ്പേ സത്വരം വന്ന് പരിപാലിച്ചു കൊള്ളണമേ. സത്വചേതസ മഹാസത്വവാരഥേ നാഥ. ഇത്തരം വിലപിക്കും നേരത്തു ശീഘ്രം രാമഭദ്രൻ എത്തുമെന്ന ശങ്കയാ നക്തഞ്ചരൻ. ഇങ്ങനെ വിലപിക്കുമ്പം ശ്രീരമൻ ഈശ്വരനല്ലേ പെട്ടെന്നാണ് വന്നാലോ എന്ന് അവൻ ശങ്കിക്കുന്നു ഈ രാവണൻ. അപ്പോൾ എന്തോ ചിത്ത വേഗേന നടത്തിയിട്ട് ഞാൻ അത് നേരം ചിത്തവശം മനസ്സിൻ്റെ വേഗം പോലെ. മനസ്സ് വിചാരിക്കുമ്പോൾ എവിടെ എത്താത്തത്, ഇപ്പോൾ അമേരിക്ക ചെന്നു അല്ലെങ്കിൽ ലണ്ടനിൽ നമ്മൾ അങ്ങനെ മനസ്സിന് വേഗതയുണ്ട്. അതുപോലെ തന്നെ ഇവൻ അത്രമാത്രം ധൃതിയിൽ പോവുക. പൃഥ്വിപുത്രിയും കീഴ്പോട്ട് ആശ നോക്കുന്ന നേരം അതിൻ്റെ മണ്ടേന്ന് ഇനി താഴേക്ക് നോക്കിയപ്പോൾ അദ്രിനാഥാഗ്രിയെ കണ്ടു. വാനവരെ 5 കുരങ്ങന്മാരെ വാനവരെ കണ്ടു. അദ്രിനാഥ അദ്രി പർവ്വതത്തിൻ്റെ അഗ്രത്തിൽ അറ്റത്തിൽ 5 കുരങ്ങന്മാരിരിക്കുന്ന കണ്ടു. വിദ്രുതം വിഭൂഷണ സംശയം അഴിച്ച് തൻ ഉത്തരീയാർത്ഥ ഖണ്ഡം കൊണ്ട് ബന്ധിച്ചു. രാമഭദ്രന് കാൺമാൻ യോഗം വരികെന്ന അകതാരിൽ സ്മൃത്വ കീഴ്പോട്ട് നിക്ഷേപിച്ചത് സീതാദേവി. ഈ ഉത്തരീയ ഇതിൽ നിന്ന് അർത്ഥം പകുതി എടുത്ത് കീറി കെട്ടി പറന്നു പോകാതെ അവിടെ തന്നെ വീഴണം. അതിനൊരു കെട്ടിടുമ്പോൾ താഴേക്ക് വീഴുമല്ലോ ഭാരം കൊണ്ട്. അങ്ങനെ അവിടേക്കങ്ങ് ഇട്ടു. രാമഭദ്രന് ഇത് കാണാൻ ഇടയാകണമേ എന്ന് അകതാൽ പ്രാർത്ഥിച്ചും കൊണ്ട് ഇട്ടു. സ്മൃത്വ കീഴ്പോട്ട് നിക്ഷേപിച്ചത് സീതാദേവി. മത്തനാം നക്തഞ്ചരൻ അറിഞ്ഞില്ല അതുമപ്പോൾ. ഇത് രാക്ഷസൻ അറിഞ്ഞില്ല. അബ്ധിയും ഉത്തീര്യ തൻ പത്തനം ഗത്വാ തൂർണം. കടൽ കടന്ന് പത്തനം. ശുദ്ധാന്ത മധ്യേ അശോകകാനന ദേശീയ. അവിടെ എല്ലാം അശോകവനങ്ങളാണ് ഈ ഇതിൻ്റെ സ്ഥലത്ത്. അപ്പോൾ ശുദ്ധാന്ത മധ്യേ, അതായത് അന്തപുരത്തിൻ്റെ നടുവിൽ അശോകഗാനദേശമുണ്ട്. ശുദ്ധ ഭൂതലേ മഹാശിംശപ തരുമൂലേ, ഇരുവൂൾ മരച്ചുവട്ടിൽ കൊണ്ട് ഇവരെ ആക്കുന്നു. നിത്യവും പാലിച്ചുകൊള്ളും ഉറപ്പിച്ചു തൻ്റെ വസ്ത്യവും ഉൾപ്പൂക്ക് വസിച്ചിടാൻ ദശാനനൻ. അതായത് ഹൃദ്യമാരായ നിജരക്ഷോ നാരികൾ, അവിടെ സ്ത്രീകൾ നല്ലവരാണ്. ആ സ്ത്രീകളോട് പറഞ്ഞു നിത്യവും നല്ലവരെന്ന് വെച്ചാൽ കുറച്ചൊക്കെ. അപ്പോൾ ഒരു സ്ത്രീയുടെ കരച്ചിലൊക്കെ അവർ അങ്ങ് സൂക്ഷിച്ചല്ലോ അവരതുകൊണ്ട്. ഹൃദ്യമാരായ രക്ഷോ നാരികളോട് പറഞ്ഞു നിത്യവും ഇവരെ പാലിച്ചുകൊള്ളെന്ന് ഉറപ്പിച്ചിട്ട് തൻ്റെ വസ്ത്യ ഉൾപ്പൊക്കെ തൻ്റെ ഭവനത്തിലേക്ക് ഈ രാക്ഷസൻ കയറിപ്പോയി. അപ്പോൾ ഉത്തമോത്തമയായ ജാനകി ദേവി പാതിവൃത്യം ആശ്രിത്യ വസ്യൻ അതുകാലം. അങ്ങനെ അവർ പാതിവൃത്യത്തോടെ തന്നെ അവിടെ എന്തൊരു പേര് ഇരുവൂൾ മരച്ചുവട്ടിൽ ശിംശപ തരു വൃക്ഷം അതിൻ്റെ മൂലം തന്നെ കൊണ്ടിരുത്തി. അങ്ങനെ പാതിവൃത്യത്തോടെ തന്നെ അവരവിടെ വസ്യനാൻ അതുകാലം. വസ്ത്രകേശാദികളും എത്രയും മലിനമായി വസ്ത്രവും കുമ്പിട്ട് സന്തപ്താം ചിത്തത്തോടും രാമരാമേന് ജപധ്യാന നിഷ്ഠയ ബഹുയാമിനീശ്വരകുലനാരികളുടെ മധ്യേ. രാമരാമേന് ജപധ്യാന നിഷ്ഠയ ബഹുയാമിനീശ്വര, ആ രാത്രിചാരികളായ നാരികളുടെ മധ്യത്തിൽ തന്നെ ഇവർ രാമ എന്നും പറഞ്ഞ് പ്രാർത്ഥനയെ അവിടെ ഇരുന്നു. നീഹാര ശീത ആതപ വാത പീഡയും, അത് ആഹാരവും വെള്ളവും ഒന്നും ഇല്ലാതെയും പിന്നെന്തൊക്കെയാ മഞ്ഞും തണുപ്പും വെയിലും കാറ്റും എന്നൊക്കെ ആ പീഡയൊക്കെ സഹിച്ച് അവിടെ വെളിയല്ലോ, വീടൊന്നും അല്ലല്ലോ. അപ്പോൾ മരച്ചുവടല്ലേ, അവിടെ നീഹാര ശീത ആതപ വാത പീഡയും സഹിച്ച് ആഹാരാദികൾ ഏതും കൂടാതെ വെള്ളവും ആഹാരമൊന്നും ഇല്ലാതെ ദിവാരാത്രം ലങ്കയിൽ വസിച്ചത് ആതങ്കം ഉൾക്കൊണ്ട് മായാസങ്കടം മനുഷ്യജന്മത്തിൽ ആർക്കും ഇല്ലാത്തു. ഈ ഒരു മായയുടെ സങ്കടമാണ് നമ്മളെല്ലാവർക്കും ഉണ്ട്. കുന്നിന് കുഴി പോലെ ഇത്, അതാണ് നമ്മൾ ഭൂമിയിൽ വന്ന അത് മായയാണ് പ്രപഞ്ചം. അത് ദേവിയുടെ ഒരു രണ്ടായിട്ട് വീതിച്ചാൽ ഒരു കാൽ പങ്ക് ഇത് ഈ മായ ഇതാണ്. ബാക്കി മുക്കാൽ പങ്കും ഈശ്വരി പരാശക്തി സർവശക്തീശ്വരി ആ ശക്തി സ്വരൂപിണിയാണ്.
അപ്പോൾ ഒരു അല്പം ആ പരമാത്മാവിൻ്റെ ആ മായയിൽ ഈ പ്രപഞ്ചം നടക്കുന്നത് നമുക്ക് വേണ്ടിയാണല്ലോ. ഈ ലോകം അല്ലെങ്കിൽ നിലനിൽക്കത്തില്ല, ഈ ലോകത്ത് ആരും കാണത്തില്ലല്ലോ, ഇത് മായയാണ്, ഈ പ്രപഞ്ചമല്ല. അത് അങ്ങനെ മറ്റാരും പാലിപ്പാനിൽ ഉറ്റവരായിട്ട് എന്നോർത്ത് ഇറ്റിട്ട് മറഞ്ഞു പോയോ ഇത്. ഒരു പേപ്പറൊക്കെ മറിഞ്ഞു പോയി നോക്കിയെടുത്ത്. അങ്ങനെ സങ്കടം മനുഷ്യജന്മത്തിൽ ആർക്കില്ലാത്തു. അവിടെ വരെയാണ് വായിച്ച് നിർത്തിട്ട്. പക്ഷെ അപ്പോൾ കാറ്റടിച്ച് പത്രം പോയി. ഇനി സീതാ അന്വേഷണം. രാമനും മായാമൃഗവേഷത്തെ കൈക്കൊണ്ടൊരു കാമരൂപിണം മാരീചാസുരം എയ്തു കൊന്നു. മാരീചിനെ കൊന്നു. വേഗേന നടകൊണ്ടാൻ ആശ്രമം നോക്കി പുനരാഗമ കാതലായ രാഘവൻ തിരുവടി. അങ്ങനെ ലക്ഷ്മണൻ രാവണനെ തിരിച്ചു വരുക ആശ്രമത്തിലേക്ക്. ഈ സീതയും കൊണ്ട് ഇവനിനി കടന്നു പോരുന്നു. പക്ഷേ മാരീചനെ കൊന്നിട്ട് ഈ വെളിച്ചു പോക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ, അന്ന് ലക്ഷ്മണൻ ചെന്നപ്പോൾ അതൊക്കെ കണ്ട്. അതിനുശേഷം തിരിച്ച് വരാൻ രാമൻ ഇങ്ങോട്ട് തിരിച്ച് ആശ്രമത്തേക്ക് വരുവാണ്. മാരീചനെയൊക്കെ കൊന്നിട്ട് മാനിനെ. വേഗന നടകൊണ്ടാൻ ആശ്രമം നോക്കി പുനരാഗമക്കാതലായ രാഘവൻ തിരുവടി. 4-5 ശരപ്പാട് നടന്നോരനന്തരം ബാലകൻ വരവീഷ ദൂരവേ കാണായി വന്നു. അന്നേരം ഇങ്ങോട്ട് വരാൻ കുറച്ച് നടന്നപ്പോൾ ലക്ഷ്മണൻ തിരക്കി അങ്ങോട്ട് കരഞ്ഞുകൊണ്ട് പോവുക. സീത എന്തൊക്കെയാ പറഞ്ഞ് അതും ഓർത്തുകൊണ്ട് പോവുക ഈ ശ്രീരാമന്റെ അടുക്കലേക്ക്. ലക്ഷ്മണൻ വരുന്ന അത് കണ്ടു രാഘവൻ താനും ഉൾക്കാമ്പിൽ നിരൂപിച്ചു കൽപ്പിച്ചു കരണീയം. അപ്പോൾ ലക്ഷ്മണൻ വരുന്ന കണ്ടപ്പോൾ ശ്രീരാമൻ കുറേ ചിന്തകളൊക്കെ എടുത്ത് മനസ്സിൽ കാട്ടി. എന്താ കാണുന്നത്? ഒരു സാധാരണക്കാരനെ പോലെ, ഭഗവാന്റെ യഥാർത്ഥമല്ലാത്ത മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടുന്ന രീതി. ലക്ഷ്മൺ ഏതും അറിഞ്ഞില്ലല്ലോ പരമാർത്ഥം, ഇക്കാലം ഇവനെയും വഞ്ചിക്കുന്നതേ വരൂ. അതായത് സീത കൊണ്ടുപോയതൊക്കെ രാമന് മനസ്സിലായി. പക്ഷേ ഇത് സാധാരണ ഒരു പുരുഷൻ കരയുന്നത് പോലെ തിരക്ക് എടുക്കുകയും കരയൊക്കെ ചെയ്യണം. അതിനുവേണ്ടി ഒരു ഭാവം ഉണ്ടാക്കുകയാണ് ശ്രീരാമൻ. ഒരു വരുത്തുന്നതാണ്, അല്ലാതെ യഥാർത്ഥമല്ല. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഭാര്യ കാണാതിരിക്കുമ്പം തിരക്കുകയും കരയൊക്കെ ചെയ്യണമല്ലോ അത്. അതുകൊണ്ട് ലക്ഷ്മണൻ ഏതും അറിഞ്ഞില്ലല്ലോ പരമാർത്ഥം, ഇക്കാലം ഇവനെയും വഞ്ചിക്കുന്നതേ വരൂ. എങ്ങനെ വഞ്ചിക്കുക? യഥാർത്ഥം പറഞ്ഞു കൊടുക്കത്തില്ല. ഇത് മായാസീതയാണെന്ന് പറയത്തില്ല. യഥാർത്ഥ സീത വിഷ്ണുമായ വന്യമണ്ഡലത്തിൽ ഇരിപ്പുണ്ട്. അതുകൊണ്ട് എന്നാലും പുറമേ എന്ത് അഭിനയിക്കണം? യഥാർത്ഥ സീതയാണെന്ന്. കാരണം രാവണനെ തിരക്കി അവിടെ ചെന്ന് അവനെ കൊല്ലണ്ടേ. അല്ലാതെ ഇത് യഥാർത്ഥമല്ലെന്ന് അറിഞ്ഞാൽ എന്ത് വരും? തിരിച്ചങ്ങ് അയോധ്യ പോകാൻ പറയത്തില്ലേ? അതുകൊണ്ട് അവിടെ മറച്ചു വെക്കുക രാമൻ. അതുകൊണ്ട് രക്ഷോനായകൻ കൊണ്ടുപോയത് മായാസീത. ലക്ഷ്മി ദേവിയുണ്ടോ മറ്റാർക്കും ലഭിക്കുന്നു. അപ്പം ഭഗവാൻ ലക്ഷ്മി ദേവിയെ ആർക്കെങ്കിലും കിട്ടുമോ? അങ്ങനെ കിട്ടാനാ? പരമാത്മാവിൻ്റെ ഭാര്യയല്ലയോ? അത് രാവണന് കിട്ടുമോ? കൊണ്ടുപോയത് ആരെയാ? മായാസീത. അത് ലക്ഷ്മി ദേവിയെ ഉണ്ടോ മറ്റാർക്കും ലഭിക്കുന്നു. ഇത് ആര് ചിന്തിക്കുന്നു? ശ്രീരാമൻ. അഗ്നിമണ്ഡലത്തെങ്കിൽ വാഴുന്ന സീത തന്നെ ലക്ഷ്മണൻ അറിഞ്ഞാൽ ഇക്കാര്യവും വന്നുകൂടാ. അത് ഈ കാര്യം ലക്ഷ്മണൻ അറിയണ്ട. ദുഃഖിച്ചുകൊള്ളൂ ഞാനതുകൊണ്ട് ദുഃഖിച്ച് കരയണം. അത് ചിന്തിച്ച ബുദ്ധി ഉള്ളവർക്ക് മനസ്സിൽ കരയാതിരുന്നാൽ എന്തോ പന്തികളുണ്ട്. അതുകൊണ്ട് സാധാരണ മനുഷ്യരെ പോലെ ശ്രീരാമനെ കരഞ്ഞേ പറ്റൂ, തിരക്കിയേ പറ്റൂ. അതുകൊണ്ട് ദുഃഖിച്ചുകൊള്ളൂ ഞാനും പ്രാകൃതനെ പോലെ. അതായത് സാധാരണ ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യരെല്ലാം പ്രാകൃതന്മാരാ. ആത്മീയ അറിയാത്തവരെല്ലാം പ്രാകൃതന്മാരാ. യഥാർത്ഥ ജ്ഞാനത്തെ അറിയുന്നവരേ ഉള്ളു അല്ലാത്തവർ. അതുകൊണ്ട് പ്രാകൃതന്മാരെ പോലെ കഴിയണം. കാരണം ലോകത്ത് താമസിക്കുന്നതെല്ലാം പ്രാകൃതന്മാരാ. അപ്പോൾ അവർക്ക് ചേരണമെങ്കിൽ ഭഗവാനും ആ അഭിനയം വേണം. മൈക്കണ്ണി തന്നെ തിരഞ്ഞാശ പോയി ചെല്ലാമല്ലോ രക്ഷോ നായകനുടെ രാജ്യത്തിലെന്നാൽ പിന്നെ തൽക്കുലത്തോടും കൂടെ രാവണൻ തന്നെ കൊന്നാൽ അഗ്നിമണ്ഡലെ വാഴും സീതയെ സത്യവ്യാജാൽ കൈക്കൊണ്ടു പോകാം അയോധ്യയ്ക്ക് വൈകാതെ. പിന്നെ അക്ഷയധർമ്മത്തോട് രാജ്യത്തെ വഴിപോലെ രക്ഷിച്ച് കിഞ്ചിൽ കാലം ഭൂമിയിൽ വസിച്ചിടാം. പുഷ്കരോത്ഭവൻ യുദ്ധം പ്രാർത്ഥിക്ക നിമിത്തമായി അർക്കവംശത്തിങ്കിൽ ഞാൻ മർത്തിനായി പിറന്നതും സൂര്യവംശത്തിൽ അതുകൊണ്ടാണ് വന്നത്. മായാമാനുഷനാകും എന്നോட ചരിതവും മായാവൈഭവങ്ങളും കേൾക്കുകയും ചൊല്ലുകയും ഭക്തിമാർഗേണ ചെയ്യും മർത്തിന് അപ്രയാസേന. പ്രയാസം കൂടാതെ, അത് പ്രയാസനല്ല ഭക്തിമാർഗം. ഇതെല്ലാം ആര് ചൊല്ലുകയും കേൾക്കുകയും പറയുകയും ചെയ്യുന്നവർക്ക് ഭക്തിമാർഗമാണ് ചെയ്യും. മർത്തിന് അപ്രയാസേന മുക്തി സിദ്ധിച്ചിടുമില്ല സംശയമേതും. ആകയാൽ ഇവനെയും വഞ്ചിച്ച് ദുഃഖിപ്പൂ ഞാൻ. ആരെയാ? ലക്ഷ്മണനെ ദുഃഖിപ്പൂ ഞാൻ പ്രാകൃത പുരുഷനെ പോലെ എന്ന അകതാരിൽ. ഭഗവാൻ എങ്ങനെ ഒരു പ്രാകൃത മനുഷ്യനെ പോലെ അകതാരിൽ ഇങ്ങനെ ആകണം നിർണയിച്ച് അവരതിനോട് അരുളി ചെയ്തിടിനാൻ. പർണശാലിൽ സീതയ്ക്കൊരു തുണയുള്ളൂ. പർണശാൽ ആരാ സീതയ്ക്ക് തുണയുള്ള? കാരണം ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ഇതെല്ലാം മനസ്സിൽ കരുതിക്കൊണ്ട് ചോദിക്കുക, അവിടെ ആശ്രമത്തിൽ ആരാ സീതയുടെ കൂടെ ഉള്ളത്? നീ ഇങ്ങനെ ഇറങ്ങിപ്പോയിരുന്നാൽ രാക്ഷസന്മാർ വന്ന് എന്തെങ്കിലും ചെയ്യത്തില്ലയോ? അത് ചോദിക്കുക അറിയാത്ത മട്ടിന്.
പർണശാലയിൽ സീതയ്ക്ക് ആരൊരു തുണയുള്ളൂ? എന്തിനിങ്ങോട്ട് പോന്നു? ജാനകി തന്നെ ബലാൽ എന്തിനു വെടിഞ്ഞു നീ രാക്ഷസൻ അവളെയും കൊണ്ടുപോകയോ കൊന്നു ഭക്ഷിച്ച് കളകയോ? കണ്ട ജാതികൾക്ക് എന്തോ നരുതാത്തതോർത്താൽ. അതുകൊണ്ട് നീ അവിടെ ആക്കിയിട്ടില്ലേ ഞാൻ ഇങ്ങോട്ട് മാനിൻ്റെ പുറകെ വന്ന? നീ എന്തിനാ അവളെ കളഞ്ഞിട്ട് സീതയെ കളഞ്ഞിട്ട് ഇങ്ങോട്ട് പോരുന്നത്? ദുഷ്ടന്മാരൊന്ന് കൊല്ലുകയോ ഭക്ഷിക്കുകയോ ചെയ്യത്തില്ലയോ? ആരാ തുണ? അഗ്രജവാക്യം ഏവം കേട്ടു ലക്ഷ്മൺ താനും അഗ്രേ നിന്നുടനുടൻ തൊഴുതു വിവശനായി. എന്ന് വെച്ചാൽ അത് കരഞ്ഞുകൊണ്ടാ പോയേക്കുന്നത്. ഈ സീത അവിടെ നിൽക്കാൻ സമ്മതിച്ചില്ല. എന്നെ നീ രാമനെ വധിച്ചിട്ട് ഇദ്ദേഹത്തിനെ എടുക്കാനാണെന്നൊക്കെ കരുതിക്കൊണ്ട് എന്തൊക്കെയോ വേണ്ടാത്തരം പറഞ്ഞപ്പോൾ കരഞ്ഞു പോയതാ. അങ്ങനെ അത് അഗ്രജനോട് ഇതെല്ലാം പറയാനാ പോയത്. അഗ്രജ വാക്യം ഏവം കേട്ടു ലക്ഷ്മൺ താനും അഗ്രേ നിന്ന് ഉടനുടൻ തൊഴുതു വിവശന. അവിടെ തന്നെ നിന്നുകൊണ്ട് പറയുന്നു, ഗൽഗദാക്ഷ ഉര ചെയ്തു ദേവിയുടെ ദുർഗ്രഹ വചനങ്ങൾ ബാഷ്പം തൂക്കി തൂക്കി പറയുന്നു. ഇത് കരഞ്ഞുകൊണ്ട് പറയുന്ന ദുർഗ്രഹ വചനങ്ങൾ, ഈ എന്തു പറയാൻ വൃത്തിയില്ലാത്ത പന്ന വചനങ്ങൾ എന്നുവെച്ചാൽ ഇഷ്ടപ്പെടാത്ത വചനങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ബാഷ്പം കരഞ്ഞും തൂകി തൂകി ഹഹ. ദുർഗ്രഹ വചനം എന്ന് വെച്ചാലേ ഈ പിന്നെ മാരുതി കിടന്ന് വിളിച്ചു കൂവിയില്ലേ, അത് രാമനാണെന്നല്ലയോ എല്ലാവരും വിചാരിക്കുന്നത്. അപ്പോൾ സീതയും അങ്ങനെയല്ലേ കരുതുന്നത്. അത് ദുർഗ്രഹ വചനങ്ങൾ ബാഷ്പവും തൂകി തൂകി ഹാഹ ലക്ഷ്മണ പരിത്രാഹി സൗമിത്രേ ശീഘ്രം ഹാഹ രാക്ഷസൻ എന്നെ നിഗ്രഹിച്ചിടും ഇപ്പോൾ. അതൊക്കെ കേട്ട് ഇത്തരം നക്തഞ്ചരൻ തൻ വിലാപങ്ങൾ കേട്ട് മുഗ്ധഗാത്രിയും തവ നാദമെന്നുറയ്ക്കയാൽ, അതായത് ശ്രീരാമൻ്റെ നാദമാണ് കേൾക്കുന്നത് എന്ന് നിലച്ചും കൊണ്ട് അത്യന്തം പരിതാപം കൈക്കൊണ്ട് വിലപിച്ചു. ശത്രുൻ ചെന്ന് രക്ഷിക്കുന്ന എന്നോട് അരുളി ചെയ്താൽ. ഈ നാദം ആദരനാദം കേട്ടു മാരുചൻ്റെ നിലവിളിയാണ്. പക്ഷെ അത് ലക്ഷ്മണൻ പറഞ്ഞിട്ട് സീത വഹ വച്ചില്ല. ഇത് കപടമാണ്, ഇത് കബളിപ്പാണ്, സത്യമല്ല. രാമനിങ്ങനെ കരയത്തില്ല, ഇതൊക്കെ പറഞ്ഞിട്ട് കേട്ടില്ല. അതുകൊണ്ട് എന്നെ ഇങ്ങനെ ഇത്തരം നാദം മമ ഭ്രാതാവിനുണ്ടായി വരാ. ഞാൻ പറഞ്ഞു ഭ്രാതാവ് സഹോദരന് ഇങ്ങനെ ഒരു നാദം ഉണ്ടാകത്തില്ല. ചിത്തമോഹവും വേണ്ട സത്യമെന്നറിഞ്ഞാലും. അതുകൊണ്ട് ചിത്തമോഹമൊന്നും വേണ്ട, വിഷമിക്കേണ്ട, ഇത് സത്യം വേണ്ടത് അസത്യമെന്നാൽ ഇത് അസത്യമാണ്, സത്യമല്ല. രാക്ഷസനുടെ മായാ ഭാഷിതം ഇത് നൂന, ഇത് രാക്ഷസന്മാരുടെ മായയാണ്. കാൽക്ഷണം പൊറുക്കെന്ന് ഞാൻ പലവൂര് ചൊന്നേ. ഞാൻ പറഞ്ഞ അല്പസമയം ക്ഷമിക്കൂ, ഇപ്പം ശ്രീരാമനീ വരുമല്ലോ എന്നത് കേട്ടു ദേവി പിന്നെ ഉര ചെയ്താൽ എന്നോട് പലതരം ഇന്നവയെല്ലാം ഇപ്പോൾ എന്താ പറഞ്ഞെന്ന് ഇപ്പോൾ നിൻ തിരുമുമ്പിൽ നിന്ന് ചൊല്ലുവാൻ പണി. എന്നാൽ എനിക്ക് പറഞ്ഞ വാക്കുകളൊന്നും ഭ്രാതാവിനോട് സഹോദരനോട് പറയാൻ പറ്റുകയില്ല. അങ്ങനെയുള്ള വാക്കുകളാണ് എന്നോട് സീത പറഞ്ഞത്. സന്താപത്തോട് ഞാനും കർണങ്ങൾ പൊത്തിക്കൊണ്ട് ചെവി പൊത്തിക്കൊണ്ട് ചിന്തിച്ചു ദേവകളെ പ്രാർത്ഥിച്ചു രക്ഷാർത്ഥമായി നിന്തിരു മലരടി വന്ദിപ്പാൻ വിടകൊണ്ടേൻ. ഞാനിങ്ങനെ പിന്നെ പരദേവതയോട് പറഞ്ഞു രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു ചിന്തിച്ചും കൊണ്ട് പറഞ്ഞു, ഈ സീതാദേവിയെ രക്ഷിക്കണേ പരദേവതകളെ എന്നെല്ലാം പറഞ്ഞിട്ട് തിരുമലരടി ശ്രീരാമൻ്റെ പാദത്തിൽ വന്ദിപ്പാൻ വിടകൊണ്ടേൻ. അങ്ങനെ ഞാൻ വന്നതാണ്. കാരണം അത്രമാത്രം വേദനിക്കുന്ന വാക്കുകളാണ് ഈ സീത പറഞ്ഞത്. അതെനിക്ക് ഭ്രാതാവിനോട് പറയാൻ പറ്റുകയില്ല. ഞാൻ ചെവി പൊത്തിക്കൊണ്ടാണ് നീ പോരുന്നത്. എങ്കിലും പിഴച്ചത് പോകുന്നത് സൗമിത്രേ നീ. എന്നാലും നീ ഇങ്ങനെ പോരണ്ട, അത് പിഴച്ചു പോയി. കാരണം സീത പോയല്ലോ. അതുകൊണ്ട് അത് മായാസീതയുടെ ശ്രീരാമന് സങ്കടമില്ല. പക്ഷേ ഇത് ലക്ഷ്മണൻ അറിഞ്ഞും കൂടാ, അത് സങ്കടപ്പെട്ട് കാണിക്കും. എങ്കിലും പിഴച്ചത് പോകുന്നത് സൗമിത്രേ നീ. ശങ്കയുണ്ടായിടാമോ ദുർവചനങ്ങൾ കേട്ടാൽ? യോഷമാരുടെ വാക്ക് സത്യമെന്ന് ഓർക്കുന്നവൻ ഭോഷൻ എത്രയുമെന്ന് നീ അറിയുന്നതില്ലേ? യോഷ ഇങ്ങനെയുള്ള സ്ത്രീകളുടെ ഈ നാരിമാരുടെയൊക്കെ സംഭാഷണം കേട്ട് വിശ്വസിക്കുന്നത് തെറ്റാണ്, അത് ഭോഷത്വമാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? അവർക്ക് ഇങ്ങനെ ചഞ്ചലമുള്ള ഹൃദയങ്ങളാണ്, അവരെന്തൊക്കെയേ ഇരുന്ന് പുലമ്പും. അതെങ്ങനെ ഈ മായയിൽ കൂടുതൽ അകപ്പെട്ടിട്ടാണ് ഇങ്ങനെ പറയുന്നത്. പ്രത്യേകിച്ച് സീതയുടെ യഥാർത്ഥ സീത അതിലില്ല. അങ്ങനെ അത് യഥാർത്ഥ അല്ലാതെ മായ സീത കൊണ്ട് ഇങ്ങനെ കൂടുതൽ പറയും. അത് യഥാർത്ഥത്തിൽ അങ്ങ് അറ്റത മായയായിട്ടിരിക്കുക. അതുകൊണ്ട് ഇത് കൂടുതൽ സംസാരിക്കുക. അത് ലക്ഷ്മണൻ അറിഞ്ഞൂടല്ലോ മായാസീതയാണെന്ന്, ശ്രീരാമൻ അറിയാം. അതുകൊണ്ട് യോഷമാരുടെ വാക്ക് സത്യമെന്ന് ഓർക്കുന്നവൻ ഭോഷൻ എത്രയോ എന്ന് നീ അറിയുന്നതില്ലേ? അവിടെ സ്ത്രീകളുടെ വാക്ക് നീ കേൾക്കരുത്. അതെന്താ ഇത് മനസ്സിലാക്കാഞ്ഞത്? രാക്ഷസാം പരീക്ഷകൾ കൊണ്ട് പൊയ്ക്കളകയോ, അപ്പോൾ രാക്ഷസാം പരീക്ഷകൾ കൊണ്ട് പോയോ ഭക്ഷിച്ച് കളകയോ ചെയ്തെന്ന് അറിഞ്ഞില്ലല്ലോ. നീ ഇനി പോയപ്പോൾ രാക്ഷസന്മാർ കൊണ്ടുപോയി കൊന്നുകളഞ്ഞോ അതോ ഭക്ഷിച്ചോ? ഇങ്ങനെ നിന്നെ ചുടജാന്തർഭാഗത്തിങ്കൽ ചെന്ന് എങ്ങുമേ നോക്കി കാണാൻ ആകുലപ്പെട്ടു രാമൻ. എല്ലടോം ചെന്ന് നോക്കി, അങ്ങനെ ആകുലപ്പെട്ട് കാണിക്കുവാണ്. ദുഃഖഭാവവും കൈക്കൊണ്ട് എത്രയും വിലപിച്ചാൻ. ദുഃഖത്തിന് ഭാവമാണ് കാണിച്ചത്, യഥാർത്ഥ ദുഃഖമല്ല.
അയ്യോ സീത എന്നൊക്കെ വിളിക്കുന്നത് എന്താ ഒരു അഭിനയമാണ്. അതാണ് ദുഃഖഭാവവും കൈക്കൊണ്ട് എത്രയും വിലാപിച്ചാൻ നിഷ്കളൻ ആത്മാരാമൻ നിർഗുണനാത്മാനന്ദൻ. അതായത് യഥാർത്ഥത്തിൽ നിഷ്കളനാണല്ലോ ഭഗവാൻ, പക്ഷെ ഇവിടെ ഇത്തിരി കാപട്യം കാണിച്ചേ നടക്കത്തുള്ളൂ. ഹാഹാ വല്ലഭേ സീതേ ഹാഹാ മൈഥിലി നാഥേ ഹാഹാ ജാനകി ദേവി ഹാഹാ മൽ പ്രാണേശ്വരൻ. എനിക്ക് സങ്കടം വരത്തെന്നറിയാമോ? ഭഗവാൻ സങ്കടമില്ല, അതുകൊണ്ട് എനിക്ക് സങ്കടം വരുന്നില്ല. ഭഗവാൻ അറിയാം ഇത് യഥാർത്ഥ സീതയല്ലല്ലോ, ഇവിടെ വേഷം മാറി നിൽക്കുന്ന ഒരു മായയല്ലയോ. രാവണന്മാർക്ക് മായ കാണിക്കാവുള്ളൂ, രാവണന്മാർക്ക് മായ കാണിക്കാൻ ഇവർക്കും കാണിച്ചുകൂടെ? യഥാർത്ഥ സീത പോയില്ല, കൊണ്ടുപോയത് അവൻ്റെ അണക്കുള്ള മായാസീത അവിടെ പോയി ഇരിപ്പുണ്ട്. അവിടെ കൊന്നിരിക്കട്ടെ, രാവണനെ കൊല്ലുമ്പോൾ തിരിച്ചു വന്നോളും ആ മായാസീത. ഹാഹാ വല്ലഭേ സീതേ ഹാഹാ മൈഥിലി നാഥേ ഹാഹാ ജാനകി ദേവി ഹാഹാ മൽ പ്രാണേശ്വരി. എന്നെ മോഹിപ്പിപ്പതിനായി മറഞ്ഞിരിക്കയോ ധന്യെ നീ വെളിച്ചത്ത് വന്നിടും അടിയാതെ. ഇത്തരം പറകയും കാനനം തോറും നടന്ന് അത്തൽ പൂണ്ട് അന്വേഷിച്ചും കാണാൻ വിവശനായി വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടു. വനജേഷണായ ധീതയെ സത്യം ചൊൽവിൻ. മൃഗസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു. മൃഗലോചനയായ ജനകപുത്രി തന്നെ ആരെങ്കിലും കണ്ടവരുണ്ടോ? പക്ഷി സഞ്ചയങ്ങളെ, പക്ഷിക്കൂട്ടങ്ങളെ, മൃഗക്കൂട്ടങ്ങളെ നിങ്ങളെല്ലാം ഒരാളെ വിളിച്ചല്ലേ എല്ലാവരുടെയും ചേർത്ത മൃഗക്കൂട്ടങ്ങളെ ഒത്തിരി മൃഗങ്ങളോട് ചോദിക്കുക, നിങ്ങൾ കണ്ടോ സീതയെ? പക്ഷി സഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു. പഷ്മാക്ഷികളെ പഷ്മളാക്ഷിയെ, അതായത് ഇടതൂർന്ന കൺപീലികൾ ഉള്ളവളാണ് പഷ്മള ആക്ഷി. പത്മാക്ഷി അല്ല, പഷ്മളാക്ഷി. മമ ചൊല്ലുവൻ പരമാർത്ഥം പൃഷ്ഠവൃന്ദമേ പറഞ്ഞിടുവൻ പരമാർത്ഥം. പുഷ്കരാക്ഷിയെ നിങ്ങൾ എങ്ങാനുമുണ്ടോ കണ്ടു. ഇത്തം ഓരോന്നേ പറഞ്ഞ് എത്രയും ദുഃഖം പൂണ്ട് സത്രം നീളെ തിരഞ്ഞെങ്ങുമേ കണ്ടീരല്ലോ. സർവദൃക് സർവേശ്വരൻ സർവജ്ഞൻ സർവാത്മാവാം സർവകാരണൻ ഏകൻ അചലൻ പരിപൂർണൻ നിർമ്മലൻ നിരാകാരൻ നിരഹങ്കാരൻ നിത്യൻ ചിന്മയൻ അഖണ്ഡാനന്ദനാത്മകൻ ജഗന്മയൻ. മായയാ മനുഷ്യഭാവേന ദുഃഖിച്ചിടിനാൻ. മനുഷ്യൻ മൂഢാത്മാക്കളെ ഒപ്പിപ്പാനായി ഭഗവാൻ മനുഷ്യവേഷം പൂണ്ടിവിടെ വന്നിട്ട് മനുഷ്യഭാവേന മനുഷ്യനായിട്ട് വരും, മനുഷ്യഭാവം കൊണ്ട് ദുഃഖിക്കണ്ടേ? എങ്ങനെയാ മനുഷ്യൻ മൂഢാത്മാക്കളെ ഒപ്പിപ്പാനായി. നമ്മളെല്ലാവരും ലോകത്തിലെ ഇതെല്ലാം എന്തുവാ പറയാ, അത്രമാത്രം മൂഢാത്മാക്കളാണ്, മായയിൽ മൂടിയിരിക്കുന്നത് നമ്മളെല്ലാവരും. അപ്പോൾ നമ്മളെ ഒപ്പിപ്പാൻ നമുക്ക് തോന്നുമില്ലെങ്കിൽ ശ്രീരാമൻ ഒരു വിഷമവും ഇല്ലെന്ന് അറിവില്ലാത്ത അജ്ഞാനികൾ പറയും. നമ്മളെല്ലാം അജ്ഞാനികളാണല്ലോ, മൂഢാത്മാക്കളാണല്ലോ. അതിനെ ഒപ്പിപ്പാൻ അവർക്ക് വേണ്ടിയാണ് ഇവിടെ അഭിനയിക്കുന്നത്, ജനങ്ങൾക്ക് വേണ്ടി. ഭഗവാൻ അറിയാം യഥാർത്ഥ ജ്ഞാനിയായ സീത അവിടെ ഉണ്ട്. പക്ഷേ ഇവിടെ ലോകരെ അത് മാനിച്ചിട്ട് അല്ലെ ശ്രീരാമനെ എങ്ങനെ ചിന്തിക്കും? അതുകൊണ്ട് നമ്മളെയൊക്കെ ഒപ്പിപ്പാനായി നമ്മളെ അങ്ങനെ ആക്കി തീർക്കുന്ന ഭഗവാൻ സങ്കടമുണ്ട്. മായയാ മനുഷ്യഭാവന ദുഃഖിച്ചിടിനാൻ മനുഷ്യൻ മൂഢാത്മാക്കളെ ഒപ്പിപ്പാനായി, അത് കബളിപ്പിക്കുവാൻ, അതാ ഇത് കിടപ്പുണ്ട് അർത്ഥം. അത് തത്വജ്ഞന്മാർക്ക് സുഖദുഃഖ ഭേദങ്ങളൊന്നും കട്ടായി പോയില്ല, ചിത്തേ തോന്നുകയുമില്ല. അജ്ഞാനമില്ലാകിയാൽ ആർക്കജ്ഞാനമില്ല? ഭഗവാന് അജ്ഞാനമില്ലാത്തവനാണ്. പക്ഷെ ഇവിടെ നമ്മളെപ്പോലുള്ള മൂഢാത്മാക്കളെ ഒപ്പിപ്പാൻ വേണ്ടി കബളിപ്പാൻ വേണ്ടി ഭഗവാൻ ഇങ്ങനെ അഭിനയിച്ച് കാണിക്കുന്നു. ഇത് വായിച്ചിട്ട് ചിലപ്പോൾ കരയുമായിരിക്കും, പക്ഷേ ഇത് യഥാർത്ഥം അറിഞ്ഞാൽ നമുക്ക് സന്തോഷമേ ഉണ്ടാകത്തുള്ളൂ, കരച്ചിലുണ്ടാകത്തില്ല. അത് ആർക്കും ചിലർക്ക് ഇത് വായിച്ച അർത്ഥം മനസ്സിലാക്കാൻ അറിയാത്തതുകൊണ്ടാണ്. തത്വജ്ഞന്മാർക്ക് സുഖദുഃഖ ഭേദങ്ങളൊന്നും ചിത്തേ തോന്നുകയില്ല. എന്താ? അജ്ഞാനമില്ലാത്തതുകൊണ്ട്. പരമാത്മാവിന് അജ്ഞാനമില്ല, ശ്രീരാമൻ അതുകൊണ്ട് ദുഃഖമില്ല. പക്ഷെ ഇവിടെ എന്താ കബളിപ്പിക്കുന്നത്? നമ്മളെ കാണിക്കാൻ. അതുകൊണ്ടാണ്. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം. എന്തായാലും ഒന്നായിട്ടങ്ങ് വരുന്നുണ്ട്. ഇനി നാളെ ഇടുമ്പോൾ അറിയാം എല്ലാം വരുന്നെന്ന്. ഞാൻ വിചാരിച്ച് പകുതിയാകുമ്പോൾ കട്ടാവുന്നു. എല്ലാവർക്കും നമസ്കാരം മക്കളെ, എല്ലാവരും കാണണം കേൾക്കണം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.